Hello all, welcome to Rise Up IAS. ഇത് പാർട്ട് 2 ഓഫ് എസ് എ യു പി എസ് സി എസ് എ 2025 ഡിസ്കഷൻ ആണ്. സോ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി പാർട്ട് ബി ഓഫ് ദി എസ് എ ആണ് കേട്ടോ. പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ബി ഓഫ് ദി എസ് എ ആണ്. പാർട്ട് ബിയിലേക്ക് വരുമ്പം കമ്പയർ ടു പാർട്ട് എ കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്ന ഏരിയ പാർട്ട് ബി ആണ് ഈ തവണ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ട് റീസൺ. നമ്മൾ ഓൾറെഡി ഒരു റീസൺ പറഞ്ഞു. കാരണം പാർട്ട് ബിയിൽ വരുന്ന ആറാമത്തെ ക്വസ്റ്റിനും അഞ്ചാമത്തെ ക്വസ്റ്റിനും ആറാമത്തെ ക്വസ്റ്റിനും ഏഴാമത്തെ ക്വസ്റ്റിനും ഏകദേശം ഒരേ തീമിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ആ തീമിൽ കംഫർട്ടബിൾ അല്ലാത്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ആ മൂന്ന് ക്വസ്റ്റിനും വലിയൊരു ഓപ്ഷൻ അല്ലാത്ത രീതിയിലേക്ക് വരും. പിന്നീട് നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് വരുമോ അല്ലെങ്കിൽ മാക്സിമം ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ചിലപ്പോൾ ചുരുങ്ങി പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലിറ്ററൽ സെൻസിൽ 4 ഓപ്ഷൻസ് എസ് എയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും പാർട്ട് ബിയിലേക്ക് വരുമ്പം സ്റ്റുഡൻസിന് ആക്ച്വലി 2 ഓപ്ഷനിലേക്ക് ഒതുങ്ങുന്ന ഒരു ഫീലിലേക്ക് തോന്നും. കാരണം ഒരേ പോലത്തെ സിമിലർ തീം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പം നമ്മൾ ഒരേപോലത്തെ തീംസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും തോന്നും. ഓക്കെ, അപ്പോൾ ആ സിമിലർ തീംസ് തന്നെ എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പാർട്ടിലേക്ക് വീണ്ടും എന്താണ് ഡിഫറെന്റ് ഡയമെൻഷൻസിലുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഒരു ഏരിയയിൽ കംഫർട്ടബിൾ അല്ലാത്ത ഒരാൾക്ക് വേറൊരു ഏരിയ ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരേ ഏരിയയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരുമ്പം ആ കംഫർട്ടബിലിറ്റി ആ ഏരിയയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഓപ്ഷൻ 1 or 2 എന്ന രീതിയിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളത് ഈ എക്സാമിന്റെ പാർട്ട് ബി ഓഫ് എസ് എ റൈറ്റിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഡിഫിക്കൽട്ട് ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. അനദർ ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വർഷത്തെക്കാട്ടും 4-5 പേപ്പർ എന്തുണ്ട് കൂടുതലുണ്ട് ഈ വർഷം. അപ്പം നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്നത് പാർട്ട് എ ആയിരിക്കും. അപ്പോൾ പാർട്ട് എ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം നമ്മൾ അറിയാതെ ഇപ്പം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പേജ് കൂടുതൽ എഴുതി സമയം ഫസ്റ്റ് എസ് എയിൽ നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് എസ് എഴുതുന്നു, 12 പേജ് ആയിരുന്നു നമ്മൾ എഴുതേണ്ടത്, പക്ഷെ 16 പേജ് ഉണ്ട്. അപ്പോൾ അറിയാതെ ഒരു 14 പേജിലേക്ക് നമ്മൾ എഴുതി പോകുന്നു. അങ്ങനെ എഴുതി പോകുന്ന അവസരം വരുമ്പോൾ സെക്കൻഡ് എസ് എയിലേക്ക് ടൈം തികയാത്തൊരു പ്രശ്നവും വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ പാർട്ട് ബി കമ്പയർഡ് ടു പാർട്ട് എ ഡിഫിക്കൽട്ട് പാർട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലിവിങ് ഇറ്റ് അലോൺ. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എപ്പോഴും ചെറുപ്പം മുതൽ തൊട്ട് കേൾക്കുന്ന ഒരു കോട്ടാണ് അല്ലെ. കലങ്ങിയ വെള്ളം എന്ത് ചെയ്താൽ മതി, വെറുതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കലങ്ങിയിരിക്കുന്ന വെള്ളം കുറെ നേരം നമ്മൾ വെറുതെ അനക്കാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, അതിനകത്തുള്ള മഡ് സെറ്റിൽ ഡൗൺ ചെയ്ത് ക്ലിയർ വെള്ളം നമുക്ക് ക്ലാരിറ്റി നമുക്ക് വരും എന്നുള്ളതാണ്. കലങ്ങിയ വെള്ളത്തിൽ വീണ്ടും വീണ്ടും കലക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് ആ വെള്ളം ഒരിക്കലും എന്താവാൻ പോകുന്നില്ല, അതൊരു ക്ലിയർ വാട്ടർ ആവാൻ പോകുന്നില്ല. ദ സെയിം വേ വെൻ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, വീണ്ടും വീണ്ടും അതിനകത്ത് നമ്മൾ ഇന്റർഫെയർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആവുകയുള്ളൂ റാദർ ദാൻ അത് സോൾവ് ആവുന്നത്. ഓക്കെ, അപ്പൊ അത് സോൾവ് ആവാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് കുറച്ചുകൂടി എന്ത് ചെയ്യാണ്, ഇന്റർഫെയർ ചെയ്യാതിരിക്കുമ്പോഴാണ് അതിനകത്ത് സോൾവ് ആവാനുള്ള ചാൻസ് ഉള്ളത് എന്നുള്ളതാണ് എസ് എ പറയുന്നത്. അപ്പം ഈ എസ് എ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനകത്ത് ഇതിന്റെ ഡയമെൻഷൻസ് നോക്കാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പവർ വെർബാണ് അല്ലെ. സോ എന്താണ് ഇതിനകത്ത് പറയുന്നത്, നമുക്ക് വേണ്ടത്, ഒരു മനുഷ്യന് വേണ്ടത് വിസ്ഡവും പേഷ്യൻസും ആണ്. അത് എന്തിനു വേണം, നമ്മൾ നോൺ ഇന്റർഫറൻസിന് ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും. നമ്മൾ പറയില്ലേ, നമ്മൾ പറയാറുണ്ട് ഇപ്പം നമ്മളെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഗെറ്റ് ഫ്രീഡം ഫ്രം അവർ മൈൻഡ് ടു. ചില സമയത്ത് നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനുണ്ടാവില്ല, പക്ഷെ നമ്മൾ അത് മൈൻഡിൽ തന്നെ കൊണ്ട് നടന്നിട്ട് എന്ത് ചെയ്യും, അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ ആ പ്രോബ്ലം വീണ്ടും വേഴ്സനാക്കുകയാണ് ചെയ്യുക. അപ്പൊ നമുക്കൊന്നും ചെയ്യാനുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ മൈൻഡിൽ നിന്നും അതിന് ഫ്രീഡം കൊടുക്കണം. അതുപോലെയാണ് ഈ എസ് എയും പറയുന്നത്. ദ വിസ്ഡം എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം അതിനകത്ത് ഇന്റർഫെയർ ചെയ്യാതിരിക്കാൻ പറ്റും എന്ന് നമ്മൾ തിരിച്ചറിയുമ്പം അത് ഓട്ടോമാറ്റിക്കലി ആ സിറ്റുവേഷൻ, ക്ലിയർ ഉള്ള സിറ്റുവേഷൻ, അതൊരു ക്ലാരിറ്റിയിലേക്ക് നമ്മൾ പോവും എന്നുള്ളതാണ് എസ് എൻ്റെ ടോപ്പിക്ക് പറയുന്നത്. സോ അലോയിങ് ടൈം ടു ബ്രിങ് ക്ലാരിറ്റി എന്നുള്ളതാണ്. സോ മഡി വാട്ടർ സെറ്റിൽ വെൻ ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് തൊടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മഡി വാട്ടർ എന്ത് ചെയ്യുന്നു, അത് ക്ലിയർ ആയി പോകുന്നു. സോ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. നമ്മൾ ഈ ഒരു ടെർബുലൻസ് ഉണ്ടാവുന്ന സമയത്ത് അത് റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഇന്റർഫിയർ ചെയ്യാതെ അതിനൊരു സ്പേസ് കൊടുക്കുക. ഇത് നമുക്ക് പല ആസ്പെക്ട്സിലും ഇതിന്റെ ഡയറക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തത് ദി ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബുക്കിലെ സ്റ്റോറിയാണ്. ആൽക്കമിസ്റ്റിലെ സ്റ്റോറിയിൽ സാന്റിയാഗോ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹം ട്രഷർ കണ്ടെത്താൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഈജിപ്തിലേക്ക് ഒരുപാട് ട്രാവൽ ചെയ്യുന്നു, ഒരുപാട് പിരമിഡിന്റെ ഇടയിലൂടെ ട്രഷറിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നു. ഈ ട്രാവല് ഒരു പോയിന്റ് എത്തിയപ്പം ഭയങ്കരമായ കെയോസ് ആവുകയും ആ കെയോസ് ആവുന്ന മൊമെന്റിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ട്രഷർ കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ ഒരു പോയിന്റിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെയുള്ള ട്രാവലേഴ്സിനെ അവർ ഫോളോ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മറ്റ് കൂടുതലായിട്ടൊന്നും അതിനകത്ത് എഫോർട്ട് എടുക്കാതെ മൈൻഡ് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബൈ ആക്സിഡന്റ് ഈ എന്ത് ചെയ്യുന്നു, ബൈ ആക്സിഡന്റ് ആ ട്രഷറിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്.
എന്തുകൊണ്ടാണ് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ നമുക്ക് എന്താണ് കൂടുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് കുറെ ആക്ടിവിറ്റി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് എത്തിച്ചേർന്ന സാധനങ്ങൾ നമ്മൾ വെറുതെ സെറ്റിലായിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് ക്ലിയർ ആയി വരും എന്നുള്ളതാണ്. ഇതിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റിൽ നമുക്ക് ഈ ഒരു ആർഗ്യുമെന്റിനെ എങ്ങനെയാണ് ബഡ്ഡി വാട്ടറിനെ നമ്മൾ ലെഫ്റ്റ് അലോൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നത് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് കുറച്ച് ആർഗ്യുമെന്റ്സ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ വളരെ മൈൻഡ് പീസ്ഫുൾ അല്ലാത്ത, വളരെ കാം അല്ലാത്ത, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയ സിറ്റുവേഷനിലോ നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താവും? നമ്മൾ ബയാസ്ഡ് ആവും. നമ്മൾ പെട്ടെന്ന് ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കാൻ തുടങ്ങും. അത് നമ്മുടെ ക്യാരക്ടർ അത് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇറ്റ് ഈസ് ബെറ്റർ ടു ലെറ്റ് ഗോ ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ, അല്ലേ? നമ്മളിപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി എന്തുകൊണ്ടാണ് കൂൾ ക്യാപ്റ്റൻ ആണെന്ന് പറയാൻ കാരണം, അതായത് കാംനെസ് നഷ്ടപ്പെടുന്ന സിറ്റുവേഷനിൽ, അതുപോലെ ഇങ്ങനെ കലങ്ങുന്ന അൺസർട്ടൺ സിറ്റുവേഷനിൽ ഹി ട്രൈ ടു റിമെയിൻ കാം, അല്ലേ? സംസാരിക്കാതിരിക്കും, അല്ലെങ്കിൽ എന്താ മിണ്ടാതിരിക്കും, കൂളായിട്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ സിറ്റുവേഷൻ വെൽ കൺട്രോൾഡ് ആയിട്ട് കയ്യിൽ കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ റോജർ ഫെഡററിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പല സമയത്തും കളിക്കുമ്പോൾ പല സിറ്റുവേഷൻസിലും ദേഷ്യം വരുന്ന സിറ്റുവേഷനിൽ അത് കാമായിട്ട് കീപ്പ് ചെയ്തിട്ട് അത് അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജിലേക്ക് എന്ത് ചെയ്യാണ്? ഗെയിമിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഒരു പേഴ്സണൽ ലെവലിൽ നോക്കുമ്പം നമ്മൾ ക്ലൗഡി ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മഡി ആയിരിക്കുന്ന സമയത്ത് ഡോണ്ട് റിയാക്ട് എന്നുള്ളതാണ് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ പറയാം, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? റെസ്പോണ്ട് ആണ് ചെയ്യേണ്ടത്, റിയാക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈലന്റ് ആയിട്ടിരിക്കണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ നമ്മൾ ഇന്റർപേഴ്സണൽ സ്കിൽസ് റിലേഷനിൽ ഇപ്പം നമ്മൾ പല സമയത്തും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും അതിനകത്ത് ഇന്റർഫെയർ ചെയ്യും, ആർഗ്യുമെന്റ്സും അതിനകത്ത് പരസ്പരം സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ എന്താ പറയുക, കുറച്ച് സ്പേസ് കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ നമുക്ക് സ്വയം റിഫ്ലക്ട് ചെയ്യാനും സ്വയം ഇൻട്രസ്പെക്ട് ചെയ്യാനും ആ റിലേഷൻഷിപ്പിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വരാനും ചാൻസസ് ആവും. അപ്പം റിലേഷൻഷിപ്പിൽ പരസ്പരം ആർഗ്യൂ ചെയ്യാതെ അവിടെ കുറച്ചുകൂടി ആക്റ്റീവ് ലിസണിങ്ങും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം മാരേജിന്റെ സമയത്തൊക്കെ നമ്മൾ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യുന്നു? റഷ് ചെയ്യുക. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? റഷായിട്ട് ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, ഇപ്പം നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യും? ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന ഏതെങ്കിലും ജോലി എന്ത് ചെയ്യും? ആദ്യം ചാടിക്കറി എടുക്കും. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാവും ഈ ജോലി അവർക്ക് സ്യൂട്ടബിൾ ആയിരുന്നില്ല എന്നുള്ളത്. ഇങ്ങനെ ലൈഫിനെ റഷ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാം? ആ ലൈഫ് നമുക്ക് പറ്റാത്തൊരു സാധനത്തേക്കാണ് നമ്മൾ എത്തിയത് നമുക്ക് മനസ്സിലാവും. പിന്നീട് നമ്മൾ മനസ്സിലാവും ഇതായിരുന്നില്ല മൈ കപ്പ് ഓഫ് ടീ. പിന്നീട് നമ്മൾ നമ്മുടെ കപ്പ് ഓഫ് ടീക്ക് വേണ്ടി വീണ്ടും നമ്മളൊരു ജേർണി തുടങ്ങേണ്ടി വരും. സോ റഷ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എൻവയോൺമെന്റ് ആസ്പെക്ട്സിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റ് കാര്യത്തിൽ നമ്മൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ എൻവയോൺമെന്റ് ബെസ്റ്റ് സ്യൂട്ടഡ് വെൻ ഇറ്റ് ഈസ് ലെഫ്റ്റ് അൺടച്ച്ഡ്. നമ്മളിപ്പോൾ എൻവയോൺമെന്റിനെ നമ്മൾ പലപ്പോഴും ക്ലൈമറ്റ് ജസ്റ്റിസിൽ ഇതിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റിന് അത് എന്ത് ചെയ്യാൻ പറ്റും? സ്വയം ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹ്യൂമൻ ഇന്റർഫെയർ ചെയ്തിട്ട് അത് ബാലൻസ് നഷ്ടപ്പെടുത്താതിരുന്നാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നാച്ചുറൽ ഫാമിംഗ് പോലെയുള്ള ഫാമിംഗ് മെത്തേഡിലേക്കൊക്കെ ഇപ്പോൾ വരുന്നത്. അതിന്റെ ഐഡിയ എന്താണ്? അപ്പം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നില്ല? നമ്മൾ എൻവയോൺമെന്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനുള്ള എന്ത് ചെയ്യും? അതിൻ്റെ ഒരു ബാലൻസ് എൻവയോൺമെന്റ് തന്നെ കണ്ടെത്താൻ പറ്റും. അത് ടു മച്ച് ഇന്റർഫെയർ ചെയ്യുമ്പോഴാണ് അത് കോൺഫ്ലിക്റ്റ് ആവുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിങ്ങൾ നോക്കിക്കേ, അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കൂടുതൽ റെസ്ട്രിക്റ്റീവ് ആയിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുകയാണ്, നമ്മൾ ഗവൺമെന്റിനെ കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക. റെസ്ട്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാണ് കൂടുന്നത്. അതുകൊണ്ടാണ് പ്രസന്റ് ഗവൺമെന്റിന്റെ മോട്ടോ എന്താണ്? മിനിമം ഗവൺമെന്റ് ആൻഡ് മാക്സിമം ഗവർണൻസ്, അല്ലേ? ഗവൺമെന്റ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ആൻഡ് മാക്സിമം ഗവൺമെന്റ്, മിനിമം ഗവൺമെന്റ് ആൻഡ് മാക്സിമം ഗവർണൻസ് എന്നുള്ളതാണ് തോട്ട് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ രീതിയിലുള്ള കാര്യത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ പേഷ്യൻസ് കാര്യങ്ങളൊക്കെ വേണം നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ പക്ഷേ എൻവയോൺമെന്റ് കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ കൗണ്ടർ ആർഗ്യുമെന്റിലേക്ക് വരുന്ന സമയത്തേക്ക് കൗണ്ടർ ആർഗ്യുമെന്റിൽ എന്താണ് പ്രോബ്ലം? ഇനി ഇതിനകത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നോൺ ഇന്റർഫെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ആക്ഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ സിറ്റുവേഷനും നോർമലായിട്ട് അത് റൈറ്റ് ആയിട്ട് വരുമോ എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ ചില സമയങ്ങളില്ലേ നമ്മൾ ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷനിൽ ആക്ഷൻ എടുക്കാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി എല്ലാ സമയത്തും നമ്മൾ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് ആക്ഷൻ എടുക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് കൗണ്ടർ ആർഗ്യുമെന്റിലേക്ക് വരുമ്പം നമുക്ക് ക്ലാരിറ്റി വിത്തൗട്ട് ആക്ഷൻ ഈസ് ഇൻകംപ്ലീറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് ക്ലാരിറ്റി വന്നു, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ വെറുതെ ഇട്ടതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ആക്ഷന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കാണാതെ പോരുത്. അപ്പൊ ആക്ഷൻ എടുക്കാതെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടി എന്നിട്ട് നമ്മൾ അത് റെക്ടിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നമ്മളൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാരിറ്റി കിട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെന്താ സംഭവിക്കുക? നമ്മളിപ്പോൾ അത് ഒരുപോലെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ മഡി വാട്ടർ കുറേ നേരം അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ സിറ്റുവേഷൻ വേഴ്സൺ ആവാനുള്ള സിറ്റുവേഷൻ ആയിരിക്കും കാണുക. ഇപ്പോൾ നമ്മൾ സോഷ്യോ എക്കണോമിക്കൽ ആസ്പെക്ട്സിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെന്റ് കേരളത്തിൽ നിങ്ങൾ നോക്കിക്കേ, ഡൗറി ഡെത്ത് എന്തോരം വരുന്നു. ഈ ഡൗറി ഡെത്തിന്റെ ഒക്കെ വന്നപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ കല്യാണം കഴിച്ചു പോയ പെൺകുട്ടി എന്ന് പറയുന്ന കുട്ടി പലപ്പോഴും പാരന്റ്സിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? തന്റെ ഹസ്ബൻഡ് ടോക്സിക് ആണെന്നും പല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്.
അന്ന് എന്ത് ചെയ്തു, അതിനകത്തൊരു ആക്ഷൻ എടുക്കാതെ അത് സ്വന്തം സെറ്റിൽ ആവാൻ വേണ്ടി പാരന്റ്സ് ഡിസൈഡ് ചെയ്തതിന്റെ ഒരു റീസൺ കൂടി ആവാം ഡൗറി എടുത്ത് കൂടാനുള്ള റീസൺ. അപ്പൊ ഇതെന്താണ് ഇവിടെ കാണിക്കുന്നത്, നമ്മൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റോങ് ആയിട്ടും പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ദർ ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് ബ്രോക്കൺ വിൻഡോ സിൻഡ്രോം. എന്താണ് ബ്രോക്കൺ വിൻഡോ സിൻഡ്രോം പറയുന്നത്? സോ ബ്രോക്കൺ വിൻഡോ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഒരു ജനാല നശിച്ചുപോയി അല്ലെ, ഒരു ചെറിയൊരു പ്രോബ്ലം ഒരു സ്ഥലത്ത് കണ്ടു, അതൊരു ചെറിയ പ്രോബ്ലം അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുമ്പം ആ പ്രോബ്ലം എന്ത് ചെയ്യും, വീണ്ടും റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വലിയ പ്രോബ്ലം ആയിട്ട് മാറും എന്നുള്ളതാണ് ബ്രോക്കൺ വിൻഡോ സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരു ജനലിന്റെ ചില്ല് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ചില്ല് മാറ്റുക, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് ബാക്കിയുള്ള സാധനങ്ങൾ പൊട്ടാൻ കൂടി കാരണമാകും, അത് പതറ്റിക്കാവും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് കാണാം. അതേപോലെ തന്നെ നമുക്കിപ്പം സൈക്കോളജിക്കൽ ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവോയ്ഡൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ ആളുകൾ ചില സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു, അവോയ്ഡന്റ്, അവരെന്ത് ചെയ്യുന്നു, അതിനകത്ത് എസ്കേപ്പിസം കാണിക്കാറുണ്ട്. ഈ എസ്കേപ്പിസത്തിനെ നമുക്ക് പേഷ്യൻസ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം മഡി വാട്ടർ ആണ് ഞാൻ എന്ത് ചെയ്യുന്നു, ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, എസ്കേപ്പ് ആവാൻ വേണ്ടി പലപ്പോഴും ആക്ഷൻ എടുക്കാതിരിക്കുന്നത് അതൊരു റൈറ്റ്ഫുൾ ആക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ആ ആക്ഷൻ കൊണ്ട് ആണ് ഞാനിത് എടുക്കാതിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡൻസിനെ അല്ലെങ്കിൽ എസ്കേപ്പിസത്തിനെ ഒരു ഇനാക്ഷൻ ആയിട്ട് കാണാൻ പറ്റില്ല. ഇപ്പം 2008 ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ സിറ്റുവേഷൻ നോക്കിയേ. ഇനിഷ്യലി ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ തന്നെ ഇന്ത്യൻ ബാങ്ക്സിൽ ഓൾറെഡി NPA ഉണ്ടായിരുന്നു. പക്ഷെ NPA എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യൻ ബാങ്ക്സ് എന്ത് ചെയ്തില്ല, കൃത്യമായിട്ടുള്ള ഒരു ഇന്റർഫറൻസ് അതിനകത്ത് നടത്തിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് 2013 ഒക്കെ ആയപ്പോഴേക്കും ബാങ്കിങ് ക്രൈസിസ് എന്ത് ചെയ്തത്, വലിയ രീതിയിലേക്ക് NPA ക്രൈസിസ് എത്തിയത്. അപ്പൊ ഇവിടെ അവരെന്താ ചെയ്തത്, ഇനാക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഇനാക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, അതൊരു അവോയ്ഡൻസ് സിറ്റുവേഷൻ ആണ്. അവിടെ മഡി വാട്ടറിൽ എന്ത് ചെയ്യണമായിരുന്നു, ഇന്റർഫെയർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടായെന്ന് പറയുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇനാക്ഷൻ ഓഫൺ ലീഡ് ടു ഡിറ്ററേഷൻ ഓഫ് ബോൺസ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എടുക്കുക. ചില സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു സ്പേസ് കൊടുക്കണം എന്ന് പറഞ്ഞു, പക്ഷെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം എന്തെങ്കിലും തമ്മിൽ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ, രണ്ടുപേര് തമ്മിൽ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ എടുത്തിട്ട് അത് സ്വയം സംസാരിക്കാനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലത്തിലേക്ക് വരാനുള്ള, ആ പ്രോബ്ലം റിസോൾവ് ആവാത്ത രീതിയിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇവിടെ ഇനാക്ഷൻ ഓഫൺ ലീഡ് ടു ഡിറ്ററേഷൻ ഓഫ് ബോണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കപ്പിൾസിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാസീവ്ലി ഒരു ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത്, പാസീവായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ആക്റ്റീവ് എൻഗേജ്മെന്റിൽ പ്രോബ്ലംസ് ചെയ്യുന്നതും നല്ലതാണ് എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് പറയാൻ പറ്റണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുന്ന കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഡി വാട്ടർ വെറുതെ ക്ലിയർ ആയിട്ട് അങ്ങനെ വെക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൃത്യസമയത്ത് അതിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഇന്റർഫിയർ ചെയ്യണം. അപ്പം അതുകൊണ്ട് ഇന്റർഫിയർ ചെയ്യാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇന്റർഫിയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ സമയത്തും ഇന്റർഫിയർ ചെയ്യേണ്ട എന്നുള്ളതാണോ? അല്ല. ഇവിടെ എല്ലാ സമയത്തും പാസീവായിട്ട് ഉള്ളതാണോ, പാസീവായിട്ട് ഇരിക്കണം എന്നാണോ നമുക്ക് പറയാൻ പറ്റുക? അല്ല. നമ്മൾ പാസീവായിട്ട് ഇരിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ പാസീവായിട്ട് ഇരിക്കണം, നമ്മൾ ആക്റ്റീവായിട്ട് എൻഗേജ്മെന്റ് എടുക്കേണ്ട സമയങ്ങളിൽ നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ എൻഗേജ്മെന്റ് എടുക്കണം. സോ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഹിയർ ഇസ് ദാറ്റ് ടു ജഡ്ജ് ദ സിറ്റുവേഷൻ വെൻ ടു ആക്ട് ആൻഡ് വെൻ ടു നോട്ട് ടു ആക്ട് എന്നതായിരിക്കണം ഒരാൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. സോ അത് ആക്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇമോഷണൽ ഇന്റലിജൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ആക്ഷൻസിന് അനുസരിച്ച്, സിറ്റുവേഷന് അനുസരിച്ച് അതിനെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഓക്കെ. സോ ഡിപ്ലോമസിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറയാം സ്ട്രാറ്റജിക്കൽ പേഷ്യൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ചില സമയത്ത് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഇന്ത്യയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, ഇന്റർനാഷണൽ റിലേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ വി ഡോണ്ട് ഗീവ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. നമ്മൾ എന്ത് ചെയ്യും, ആ സിറ്റുവേഷൻ പഠിക്കും. എപ്പോഴാണോ ഇന്ത്യക്ക് ഇന്റർഫിയർ ചെയ്യേണ്ട റൈറ്റ് മൊമെന്റ് വരുന്നത്, ആ മൊമെന്റിൽ മാത്രമേ ഇന്ത്യ ഇന്റർഫിയർ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എന്തായിരിക്കും, ഇന്ത്യക്ക് എപ്പോഴും സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും. കാരണം എന്താണ്, നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്നില്ല. വി ആർ വെയിറ്റിംഗ് ആൻഡ് ജഡ്ജിങ് ദ മൊമെന്റ് ആൻഡ് ഇന്റർഫിയറിംഗ്. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പർട്ടിക്കുലർ എസ്സേനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലായെന്നായിരിക്കും നമ്മൾ ആർഗ്യുമെന്റും കൗണ്ടർ ആർഗ്യുമെന്റ് ഒക്കെ എങ്ങനെയാണ് ഈ എസ്സേയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ റാൾഫ് വാൽഡോന്റെ ഒരു അടുത്ത കോട്ടാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. 6ാമത്തെ എസ്സേ ആയിട്ടാണ് ഈ ടോപ്പിക് വരെ. ഏകദേശം ആദ്യത്തെ എസ്സേ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരു ടൈം വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ ഇവിടുത്തെ എസ്സേ ടോപ്പിക് വരുന്നത് ദ ഇയേഴ്സ് ടീച്ച് മച്ച് വിച്ച് ദ ഡേയ്സ് നെവർ നോ എന്നാണ് പറയുന്നത്. അതായത് ഇയേഴ്സ്, സമയം എന്ത് ചെയ്യുന്നു, കൂടുതൽ സമയം എടുക്കുന്ന സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് ആയ സാധനങ്ങൾ പഠിപ്പിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മളെ ദൂരമുള്ള സാധനങ്ങൾ കൂടുതൽ പഠിപ്പിക്കുന്നു. അതല്ലെങ്കിൽ എന്താണ്, ടൈം എന്ത് ചെയ്യുന്നു, ഈ ടൈമിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ടൈം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതല്ലാതെ ഇമ്മീഡിയറ്റ്ലി ഉള്ള ലെസൺസിനല്ല ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയുന്നത്. സോ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇതിനകത്ത് ഈ ഒരു വ്യൂ പോയിന്റ് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത് എന്താണ്, ടൈം എടുത്ത് നടക്കുന്നതാണ്. നിങ്ങൾ വിസ്ഡത്തിൻ്റെ കാര്യത്തിലൊന്ന് നോക്കി നോക്കി. ഇപ്പോൾ ബുദ്ധൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധ 6 വർഷം എടുത്തതിന് ശേഷമാണ് എൻലൈറ്റ്മെന്റ് വന്നത് അല്ലേ. ജെയിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 12 മഹാവീരൻ്റെ കാര്യമാണെങ്കിൽ 12 വർഷം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷമാണ് എൻലൈറ്റ്മെന്റ് വന്നത്. ഗാന്ധി ടുക്ക് ലോട്ട് ഓഫ് ഇയേഴ്സ് ടു ബിക്കം, ഗാന്ധിയുടെ ഒരു കംപ്ലീറ്റ് ഒരു ആക്റ്റീവ് ഫേസിലേക്ക് ഗാന്ധി വരുന്നതിന് മുമ്പ് ഗാന്ധി ഒരുപാട് വർഷം എടുത്തതിന് ശേഷമാണ് ആ ഒരു ഫേസിലേക്ക് വരുന്നത്. നിങ്ങൾ ജീസസ് ക്രൈസ്റ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ജീസസ് ക്രൈസ്റ്റ് 30 വയസ്സിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രീച്ചിങ് ലൈഫിലേക്കൊക്കെ വരുന്നത്. സോ ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു മാറ്റം വരിക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അതല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. സോ ഇയേഴ്സ് എടുക്കുന്നതുകൊണ്ട് വേറൊരു ഗുണം എന്താണ്, ഇയേഴ്സ് വിൽ ഓൾവേസ് റിഫ്ലക്ട് ദ പാറ്റേൺസ് അല്ലേ. നമുക്ക് ഇപ്പം സെൻസിബിൾ അല്ലാത്ത പല കാര്യങ്ങളും കുറെ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് നമുക്ക് ആ ഡോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പം നമ്മൾ ഒഴിവാക്കി നെഗ്ലക്ട് ചെയ്ത പല കാര്യങ്ങളും അത് സെൻസിബിൾ ആയിരുന്നു എന്നും അത് എങ്ങനെയാണ് ആ ഡോട്ട്സ് കണക്ട് ആവുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു പാറ്റേൺ ചെയ്യുന്നു. ആ പാറ്റേണിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിന്റെ ഡോട്ട്സ് നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ആർഗ്യുമെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് പല ഡയമെൻഷൻസിലേക്ക് ഇത് ലിങ്ക് ചെയ്യാം. സെയിം നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം കേട്ടോ. അതിൽ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ട് തന്നെ ഏകദേശം എല്ലാം സിമിലർ ലൈൻസിൽ വരുന്ന എസ്സേ ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആസ്പിരനെ സംബന്ധിച്ചോളം ആദ്യത്തെ എസ്സേ എഴുതാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചോളം ഇതും ഡിഫിക്കൽട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇതൊരു എസ്സേയിൽ എന്താണ്, ഒരേ സ്ഥലത്ത് നിന്ന് തീം വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു പ്രോബ്ലം ആണ്. നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല, നമ്മളത് എഴുതുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റ് കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പല സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങൾക്കല്ല പല സിറ്റുവേഷനിലും പല പ്രോബ്ലംസ് പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടെങ്കിലും അത് ഹാർട്ട് ബ്രേക്ക് ഒക്കെ വരുന്ന സമയത്ത് അന്നേരം നമുക്ക് ഇമ്മീഡിയറ്റ് വരുന്ന പെയിൻ എന്ത് ചെയ്യും, എപ്പോഴും പ്രോബ്ലം ആയിരിക്കും. മേ ബി ഇറ്റ് വിൽ മേക്ക് എ സെൻസ് ആഫ്റ്റർ ലോങ് പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ഇയേഴ്സ് എടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ആ നമ്മുടെ പേഴ്സൺസിൽ നമുക്ക് നടന്നിട്ടുള്ള ഒരു ദുരന്തത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ നമുക്ക് വർഷങ്ങൾ എടുക്കുമ്പോഴായിരിക്കും മനസ്സിലാക്കുക. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് റെസിലിയൻസ്, എമ്പതി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്ത് എടുക്കാനും പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സൊസൈറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കി, സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും, സൊസൈറ്റിയിലുള്ള മൊറാലിറ്റി ഒരു ദിവസം കൊണ്ട് വന്നതാണോ? സൊസൈറ്റിയിൽ ഇന്ന് നമ്മൾ കാണുന്ന മോറൽ വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വന്നതല്ല അല്ലേ. വർഷങ്ങൾ എടുത്തിട്ട് അതിന് ബിൽഡ് ചെയ്ത് ഓവർ എ പീരീഡിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു 2015-16 ശേഷമാണ് ഹോമോസെക്ഷുവാലിറ്റിൻ്റെ മൂവ്മെന്റ് തന്നെ ഇന്ത്യയിൽ സ്ട്രോങ് ആയി വരുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു അടുത്ത കാലത്തല്ലേ ഹോമോസെക്ഷുവാലിറ്റിയുള്ള ആളുകൾക്ക് കൂടുതൽ റെപ്രസെന്റേഷൻ വന്നു തുടങ്ങിയത്. പക്ഷെ എത്ര വർഷങ്ങൾ എടുത്തു? അപ്പോൾ എത്ര വർഷങ്ങളുടെ പോരാട്ടത്തിന് ശേഷമാണ് അവർക്ക് ആ ഒരു വിസിബിലിറ്റി നമുക്ക് സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്, എല്ലാ സാധനത്തിൻ്റെയും റിസൾട്ട് ഇമ്മീഡിയറ്റ് അല്ല. ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് എന്താണ്, ഡിലേഡ് ആയിരിക്കും. എപ്പോഴും നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സെൻസിബിൾ ആയിട്ട് അത് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് കാര്യം നിങ്ങൾ തുടങ്ങുകയാണ്, ഇപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഹിസ്റ്ററി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ഡെവലപ്മെന്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഡെവലപ്മെന്റ് പൊസിഷൻ അല്ല അല്ലേ. ഇപ്പോൾ കേരളത്തെ പറ്റി നമ്മൾ പറയും, കേരളത്തിൽ എഡ്യൂക്കേഷനും ഹെൽത്തും വളരെയധികം ഇമ്പ്രൂവ്ഡാന്ന് പറയും. പക്ഷെ ഒരു വർഷം കൊണ്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഗവൺമെന്റ് ചെയ്തതാണോ? അല്ല. നമ്മൾ 1950 ഇൻഡിപെൻഡൻസ് തൊട്ട് അല്ലെങ്കിൽ ബിഫോർ ഇൻഡിപെൻഡൻസ് ക്രിസ്ത്യൻ മിഷണറീസിന്റെ ഇന്റർവെൻഷൻ തൊട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഹിസ്റ്ററി പറഞ്ഞു തുടങ്ങാൻ പറ്റും. ഇത് ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, ഓരോ ചെറിയ ഇൻപുട്ടുകളും ഓരോ ദിവസവും ഇടുന്ന ഇൻപുട്ടുകൾ വലിയ ഇയേഴ്സിലേക്ക് അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുക, ഇതിന്റെ മേജർ ഔട്ട്കമ്മിലേക്ക് നമുക്ക് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് ഹെൽത്തിന്റെ കാര്യത്തിൽ പറയാം, ഇപ്പം നിങ്ങൾ ഡെയിലി സ്ട്രെസ് അല്ലെങ്കിൽ ഡെയിലി ലൈഫിലൊക്കെ ഉള്ള ഡെയിലി ചോയ്സസ് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ സ്ട്രെസ് ആക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ നിങ്ങൾ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ റിസൾട്ട് നമുക്ക് ഇപ്പം അറിയാൻ പറ്റില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, പല പ്രശ്നങ്ങളും വന്നു തുടങ്ങും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്. കാരണം ഔട്ട്കം എപ്പോഴും എന്തായിരിക്കും, ലോങ് ആയിരിക്കും, ഇമ്മീഡിയറ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, വളരെ കോംപ്ലക്സ് ആണ്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ കോംപ്ലക്സിറ്റി ഓഫ് ലൈഫ് പെട്ടെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് വിൽ ടേക്ക് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ദി കോംപ്ലക്സിറ്റി. ഇപ്പം നമ്മളൊരു ലെക്ചറിങ് ക്ലാസ് തന്നെ പറയുന്നത്, ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതുകൊണ്ട് മാത്രം UPSC എക്സാമിനേഷന് കംപ്ലീറ്റ് ആവില്ല അല്ലേ. റൈസപ്പിൻ്റെ എൻ്റർ ക്ലാസ് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീഷൻ വരിക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കംപ്ലീറ്റ് UPSC ക്ലാസ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെക്ചറിങ് കേൾക്കുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ ഒരു ലെക്ചറും കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മൾ എത്ര വർഷങ്ങൾ പഠിച്ചിട്ടാണ് നമുക്ക്
നമുക്കിപ്പോൾ ഉള്ള വാല്യൂസും നമുക്കിപ്പോൾ നോളജും സിസ്റ്റം ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ആ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക കാര്യങ്ങൾ പറ്റുക. ഇപ്പോൾ ഇൻക്ലൂസിവിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഗവർണൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ LGBT കമ്മ്യൂണിറ്റിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഡേയ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഡേയ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡേയ്സ് ആർ ഇമ്മീഡിയറ്റ് ആണ്, ഫാസ്റ്റ് ആണ്, റിയാക്റ്റീവ് ആണ്, അല്ലേ? ലേണിംഗ് ത്രൂ സെൻസേഷൻ ആണ് നമുക്ക് പറയാം. പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇമ്മീഡിയറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡേറ്റ്സിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്, പ്രോബ്ലം സോൾവിങ്ങിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇയേഴ്സിൻ്റെ കാര്യമോ, ഇയേഴ്സ് ആർ ക്യുമുലേറ്റീവ് ആണ്, ലെയേർഡ് ആണ്, അല്ലേ? വർഷങ്ങളായിട്ട് ക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് പാറ്റേൺസ് കാണാൻ പറ്റും, നമുക്ക് ഓരോന്ന് ചെയ്യുന്നതിൻ്റെ റൂട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് വിസിതം കിട്ടുക, അവിടെ നിന്നാണ് നമ്മൾ ഡോട്ട്സ് കണക്ട് ചെയ്ത് തുടങ്ങുക. സോ ഈ സൈക്കിൾസ്, മിസ്റ്റേക്സ്, മെമ്മറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ പറയാന്നുണ്ടെങ്കിൽ, സയന്റിഫിക് എക്സ്പെരിമെന്റ് നിങ്ങൾ നോക്കുകയാണ്, എക്സ്പെരിമെന്റും സയന്റിഫിക് പാരാഡിഗംസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സയന്റിഫിക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഓരോരോ എക്സ്പെരിമെന്റുകളാണ്, ഡേയ്സ് പോലെയാണ്. പക്ഷേ എൻ്റെ ഡെവലപ്മെന്റ് വരുന്ന സയന്റിഫിക് പാരാഡിഗം വരുന്നതാണ്. ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്താണ് ഇതിൻ്റെ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് എത്തുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഹോൾ പെയിന്റിങ് ആൻഡ് ഇൻഡിവിജ്വൽ ബ്രഷ്. ചില സമയത്ത് നിങ്ങൾ പെയിന്റ് അടിക്കുന്ന, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസിലൊക്കെ പെയിന്റ് ചെയ്യുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തുടക്കത്തിൽ അവർ വരയ്ക്കുന്ന പെയിന്റിങ്ങിൽ നമുക്കൊരു സെൻസ് ഉണ്ട്, ഇവർ എന്താ വരയ്ക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം സിംഗിൾ സ്ട്രോക്ക് ഓഫ് ബ്രഷിൽ നത്തിങ്, ജസ്റ്റ് ഒരു കളർ വെറുതെ അടിച്ച പോലെ നമുക്ക് തോന്നും. ബട്ട് ദ ഔട്ട്കം, ഫൈനൽ വെയിറ്റ്, ഹോൾ പിക്ചർ വരുമ്പോഴാണ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ലൈഫ് ആസ് എ ഹോൾ. അല്ലാതെ ഒരു പോയിന്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലൈഫ് എന്ത് ചെയ്യില്ല, നമുക്ക് കൃത്യമായിട്ട് കണ്ടതുപോലെ നമുക്ക് മനസ്സിലാവില്ല. ഇനി ഇതിൻ്റെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിച്ച പോലെ എപ്പോഴും നമുക്ക് ഈ ലോങ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് മാത്രമാണോ, ഡേയ്സിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? ശരി, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓരോ ഡേയ്സിലെ എക്സ്പീരിയൻസും ചേരുന്നതല്ലേ ഒരു ഇയർ എന്ന് പറയുന്നത്. അപ്പം ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന അതിൻ്റെ ജോയ്, അല്ലെങ്കിൽ ഹാപ്പിനെസ്, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഫീലിങ്സ്, അതിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? അല്ലെങ്കിൽ ഓരോ ഡെയിലി കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടല്ലേ നമ്മളൊരു ഇയറിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ഈ എസ്സേ പറയുന്ന പോലെ ഇയേഴ്സ് മാത്രമാണ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്നൊരു ആംഗിളിലേക്ക് നമുക്ക് ഒതുക്കാൻ പറ്റില്ല. നമുക്ക് എന്തുകൂടി വേണം, ഡേയ്സ് കൂടി വേണം. അതാണ് നമ്മുടെ കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പേഴ്സണൽ ലൈഫിൽ ചില വാല്യുബിൾ ലെസൺസ്, ചിലപ്പോൾ ഒറ്റ ഒരു ഇൻസിഡന്റ് കൊണ്ടായിരിക്കും നമ്മൾ വലിയൊരു ലൈഫ് ലേണിംഗ് ലെസൺസ് പഠിച്ച് നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയി പോകുന്നത്. അത് ഇയേഴ്സ് എടുത്ത് വരുന്ന മാറ്റമല്ല, അത് ഓവർ നൈറ്റ് ആയിട്ട് വരുന്ന മാറ്റമാണ്. ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ ജീവിതം ചിലപ്പോൾ നമ്മൾ മാറിപ്പോകും. അവിടെ എന്താണ്, ഇയേഴ്സ് അല്ല, ഡേയ്സ് ആണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഡേയ്സിനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻറ്റൻസ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ എന്താണ് ഓവർ ഇയേഴ്സ് തരുന്നതിനെക്കാട്ടും പേഴ്സണൽ ലൈഫിൽ ചില സമയത്ത് ഡേയ്സിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് വരുന്നത്, ഡെയിലി എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്, അല്ലേ? ഇവിടെ എന്താണ്, ഡേയ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇപ്പം സഡൻ ഗ്രീഫ്, ജോയ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ എമ്പതിറ്റിക് ആകുന്നുണ്ട്, റെസിലിയൻസ് നമ്മൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇമോഷണൽ ഗ്രോത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ സഡൻ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതല്ലാതെ എന്തല്ല, നമുക്ക് ഇയർ ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഗ്രോത്ത് ഹാപ്പൻസ് ഇൻ എ ഡെയിലി പ്രോഗ്രസ് ആണ് ഗ്രോത്ത് നമുക്ക് വരുന്നത് നമുക്ക് പറയാം. അപ്പം നമുക്ക് ഇയറിലേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. ഡെയിലി ടു ഡേ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർഫിയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഡെയിലി ലെസൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല യു ഷുഡ് വെയിറ്റ് ഫോർ ലോങ് ഇയേഴ്സ് ടു ബിക്കം എ ഗുഡ് പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് ലൈഫിൽ മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡേയ്സിനെ തന്നെ ഫോക്കസ് ചെയ്യണം. ഡേയ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഡേയ്സിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ ഹാബിറ്റ്സിലൂടെയാണ് ഇയേഴ്സ് ബിൽഡ് ചെയ്യുന്നത്, അതിലൂടെയാണ് ചേഞ്ചസ് വരുന്നത് എന്ന് പറയാം. സോ വൈൽ ലോങ് ടൈം എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ വിസ്ഡം, ഷോർട്ട് ടൈം ഗോൾസ് പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ലെസൺസ് ആൻഡ് മെഷറബിൾ പ്രോഗ്രസ് നമുക്ക് തരുന്നു. ആൻഡ് ഡെയിലി ലെസൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡ് ലോങ് ടൈം വിസ്ഡംസ് നമുക്ക് തരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രോത്തിലേക്ക് വരുന്നു എന്ന് പറയാം. അപ്പം നമ്മൾ ഇവിടുത്തെ കൺക്ലൂഷൻസിലേക്ക് വരുന്ന സമയത്ത് കൺക്ലൂഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ സ്ലോ ഹാർവെസ്റ്റ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എന്ത് രണ്ടും വേണം. നമുക്ക് ഡേയ്സും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ നമുക്ക് എന്തും ഇമ്പോർട്ടൻ്റ് ആണ്, ഇയേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെട്രോസ്പെക്ട് ഓഫ് വിസ്ഡം ഓഫ് റെട്രോസ്പെക്ഷൻ ആണ്, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആണ്. നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ലെസൺസ് നമുക്ക് എടുക്കാൻ പറ്റണം, ഇറസ്പെക്റ്റീവ് ഓഫ് ഡേയ്സ് ആൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇയേഴ്സ്. ഈ ഡേയ്സും ഇയേഴ്സും എന്ന് പറയുന്നത് മിയർലി സ്കെയില് മാത്രമാണ്. നമുക്ക് വന്നിട്ടുള്ള പ്രോഗ്രസ് നമുക്ക് അളക്കാനുള്ളതാണ്. ഒരു ഇയറിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെക്കാളും എത്ര ബെറ്റർ ആണ് ഞാനെന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിൽ അളക്കാൻ വേണ്ടിയിട്ടാണ് ഇയേഴ്സ്. അതൊരു ഡേ ടു ഡേയിൽ അളക്കാൻ വേണ്ടിയിട്ടാണ് ഡേയ്സ് എന്ന് പറയുന്നത്. സോ ഡേയ്സ് ആൻഡ് ഇയേഴ്സ് ആർ ഡസൻ മാറ്റർ. ഇത് ടൈം എന്ന് പറയുന്ന ഒരു മാറ്റർ ആയ കാര്യമല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഓരോ ദിവസവും വിസ്ഡം കൊണ്ട് പ്രോഗ്രസ് ചെയ്യാണ്. ഇയേഴ്സ് ആൻഡ് ഡേയ്സ് ആർ ജസ്റ്റ് എ ടൈം സ്കെയിൽ. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫിലെ സ്റ്റേജസ് നോക്കാം എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റും കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾ
ശ്രദ്ധിച്ചോ, ഈ അടുത്ത എസ്സേയും, അതായത് 7ാമത്തെ എസ്സേയും 6ാമത്തെ എസ്സേയും ഒരേ ആളുടെ കോട്ട് തന്നെയാണ് UPSC യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ റാൽഫ് വാൽഡോനെ ഈ പ്രാവശ്യം UPSC അധികം സ്നേഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻസ് ഒരേ ആളുടെ കോട്ടിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ രണ്ടും ഡിഫറെന്റ് കോട്ടുകളാണ്, പക്ഷെ എന്താണ് ബേസിക്കലി ഏകദേശം സിമിലർ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ 7ാമത്തെ എസ്സേയാണ്, സെക്കൻഡ് ലാസ്റ്റ് എസ്സേയാണ്. സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേർണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ലൈഫിനെ നമ്മൾ എന്ത് കാണണ്ട, ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടാവാൻ ചാൻസസ് ഉള്ള എസ്സേ ആണ് ഈ പ്രാവശ്യം 7ാമത്തെ എസ്സേ. സോ ഇതാണ് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേർണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ അല്ലേ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ അർത്ഥം എന്താണ്, ലൈഫിനെ നമ്മൾ ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ട് കാണുന്നോ അതോ അതൊരു പ്രോസസ് ആയിട്ട് നമ്മൾ കാണണോ എന്നുള്ളതാണ് അല്ലേ. നമ്മളൊരു പ്രോസസ്സായി കാണുമ്പോഴും ഔട്ട്കമായി കാണുന്നതും നമ്മൾ വ്യത്യാസം എന്താണ്, നമ്മൾ എപ്പോഴും ഇതിന്റെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് കാര്യം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഡേ ടു ഡേ ഉള്ള എക്സ്പീരിയൻസ് നമ്മൾ മറന്നു. നമ്മൾ പറയാറില്ലേ, നമ്മളൊരു ജേർണി പോകുന്ന സമയത്ത് നമ്മളിപ്പം ഈ റീസെന്റ് ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് നമ്മൾ ഡയലോഗ് പറയാറുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ദി ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് ദ കമ്പനി നമ്മൾ പറയാറില്ലേ. നമ്മൾ ടൂർ പോകുന്ന സമയത്ത് പോകുന്ന സ്ഥലമല്ല, ആ പോകുന്ന കൂട്ടുകാരാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അതേപോലെയാണ് നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലമല്ല, നമ്മൾ ആ പോകുന്ന ജേണിയിൽ നമ്മൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസും നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രോസസ്സുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡെസ്റ്റിനേഷനിലല്ല, ആ ഒരു പ്രോസസ്സിലാണ് എന്നുള്ളതാണ് എസ്സേന്റെ ടോപ്പിക്ക് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ ലൈഫ് ഷുഡ് ബി വാല്യൂഡ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗ്രോത്ത്, റിലേഷൻഷിപ്പ് എലോങ് ദ വേ, നോട്ട് ബിയർലി ജഡ്ജ്മെന്റ് ഓഫ് ഔട്ട്കം. നമ്മൾ ഫൈനലി നമ്മൾ എന്തായി, അല്ലെങ്കിൽ നമ്മൾ ആരായി, അല്ലെങ്കിൽ നമ്മൾ എന്ത് അച്ചീവ് ചെയ്തു, വാട്ട് ഈസ് ദ ഫിനിഷ് ലൈൻ എന്നുള്ളത് മാത്രം നോക്കിയിട്ടല്ല സക്സസ്. റീസെന്റ് നിങ്ങൾ പല ഈ ഓട്ട മത്സരങ്ങളിലും ഈ മാരത്തോൺ റണ്ണിലൊക്കെ അവസാന നിമിഷം തളർന്നു പോകുന്ന സമയത്ത് പുറകെ ഓടി വരുന്ന ആൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് കയറി പോകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അവർ പുറകെ വരുന്ന ആളുകൾ ഇപ്പം അവർ മറ്റേ ആളെ ഉന്തി തള്ളി ഫസ്റ്റ് ആക്കുന്നുണ്ട്. വേണമെങ്കിൽ അവർക്ക് ഫസ്റ്റ് ആവുമായിരുന്നു, പക്ഷെ അതിനകത്ത് എന്തില്ല, അതിനകത്തൊരു അർത്ഥമില്ല. അർത്ഥം എന്താണ്, ദ പേഴ്സൺ, ദ എക്സ്പീരിയൻസ്, ദ പ്രോസസ്, അതിലാണ് കൂടുതൽ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയി കൊടുത്തിട്ടുള്ളത് മിൽഖ സിംഗിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മിൽഖ സിംഗിന്റെ എക്സാമ്പിൾ വളരെ ബ്യൂട്ടിഫുൾ ആയ എക്സാമ്പിളാണ്. മിൽഖ സിംഗിന്റെ ലൈഫ്, മിൽഖ സിംഗിന്റെ മൂവി കണ്ടത് വളരെ ഇൻസ്പയറിംഗ് മൂവീസ് ആണ്. UPSC ആസ്പിറൻസിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. അപ്പം മിൽഖ സിംഗിന്റെ ലൈഫ് ചൈൽഡ്ഹുഡ് തന്നെ എന്താണ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ട്രോമാറ്റിക്, പാർട്ടീഷന്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡിഫിക്കൽട്ടി നിന്നൊക്കെ അദ്ദേഹം ഓടി എന്ത് ചെയ്യുന്നു, അയാളെ ഫ്ലൈയിങ് സിക്ക് എന്ന് പറയുന്നു. ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് ഞാൻ മിൽഖ സിംഗിന് സക്സസ് ആണോ അല്ലയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിൽഖ സിംഗിന് എന്ത് കിട്ടിയില്ല, ഒളിമ്പിക് മെഡൽ കിട്ടിയില്ല. ഒളിമ്പിക് മെഡൽ കിട്ടാത്തതുകൊണ്ട് മിൽഖ സിംഗ് ഒരു സക്സസ്ഫുൾ പേഴ്സൺ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം റണ്ണിങ്ങിന്റെ ഏറ്റവും എല്ലാവരുടെ സ്വപ്നമാണ് ഒളിമ്പിക് മെഡൽ കിട്ടുക എന്നുള്ളത്. പക്ഷെ സക്സസ് ഈസ് നോട്ട് ഡിസൈഡഡ് ബേസ്ഡ് ഓൺ വാട്ട് യു ആർ ഗെറ്റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ ലൈഫ് അല്ലേ. സോ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പേഴ്സൺ എന്ന രീതിയിലാണ്. അപ്പം ആ നാരോ മിസ്സായിട്ട് നമ്മൾ ഒളിമ്പിക് മെഡൽ മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ നമുക്ക് എന്ത് വിളിക്കാം, ഈ സ്ട്രഗിളിനെ, ഡിസിപ്ലിൻ, കൾട്ടിവേറ്റ്, റെസീലിയൻസും ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഈ ഈസ് കൺസിഡർ ആസ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ. ഇവിടെ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ സോർബ ദ ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. സോ സോർബ ദ ഗ്രീക്ക് എന്ന ബുക്കിൽ ഇയാൾ ഈ സോർബയോട് ചോദിക്കുന്നുണ്ട്, കൂടെ പോകുന്ന ആൾ സോർബയോട് ചോദിക്കുന്നത്, സോർബ ഒരു വയസ്സായ ആള് ഒരു മരം നടുന്നത് കാണുമ്പോൾ സോർബയ്ക്ക് എന്താണ് തോന്നുന്നത് ചോദിക്കും. സോർബ പറയും അതൊരു നല്ല ആക്ഷൻ അല്ല, അയാൾക്ക് അതിൽ നിന്ന് ഒരു ഫലം കിട്ടില്ലല്ലോ എന്നുള്ളതാണ് അയാൾ ചോദിക്കുന്നതെന്ന് പറയും. പക്ഷെ ബേസിക്കലി സോർബ പറയുന്നുണ്ട് അതിനകത്ത് എന്താണ് നല്ല ആക്ഷൻ എന്ന് പറയുന്നത്, എന്താണ് അയാൾ ആ അതിന്റെ ഫ്രൂട്ട് എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോസസ്സിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ലത് മാത്രമേ വരും എന്നുള്ളതാണ്. സോ എൻജോയ് ദ പ്രോസസ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫിലോസഫിക്കൽ ആംഗിളിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഗീതയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗീതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ പ്രോസസ്സിലാണ്. റിസൾട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഓറിയന്റഡ് അല്ല, പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ജേണി എന്തായിരിക്കണം, ജേണി ഷുഡ് ബി കണ്ടിന്യൂസ്, സൈക്കിളിലാണ്, ജേണിയിലായിരിക്കണം ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പം നമ്മളെ ലൈഫിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ ജേണിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് പറയാം, ഡെസ്റ്റിനേഷൻ അല്ല. ഇപ്പം എത്തിക്കൽ ഡയമെൻഷൻസ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തിക്സിൽ നിങ്ങൾ വിളിക്കുക, ഈ ജേണിയിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രോബ്ലംസ് എന്താ, നമ്മൾ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ് പോകുന്നതെങ്കിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള ഉത്തരം നമുക്ക് എൻഡ് മാത്രം നമ്മൾ കാണുള്ളൂ. അപ്പോൾ നമ്മൾ മീൻസ് നോക്കുമോ ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ഈസി ആയിട്ട് എൻഡിൽ എത്താൻ പറ്റുന്നത് എന്തോ അതിലേക്ക് നോക്കും.
ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങി അത് പ്രോഫിറ്റ് എത്താണെങ്കിൽ നമ്മൾ എത്തിക്കൽ മീൻസിലൂടെ അല്ലാതെ നമ്മൾ എന്താ എക്സ്ട്രാക്ട് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്ത് മാക്സിമം നമ്മൾ എൻഡിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നോക്കുക. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാനുള്ള റീസൺ എത്തിക്കലി എന്താ ഡെസ്റ്റിനേഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. മീൻസിനും ആ പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോസസ്സും എത്തിക്കലാവുമെന്നുള്ളതാണ്. സോ എത്തിക്കലായുള്ള ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആ ഡെസ്റ്റിനേഷൻ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ പ്രോസസ്സ് ശരിയാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഗാന്ധിൻ്റെ ഫിലോസഫിയിൽ ഗാന്ധി കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് എന്തിനാണ്, മീൻസിനെയാണ് rather than എന്തിനെ. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി എന്ത് ചെയ്തിട്ടുള്ളത്, ഈവൻ ചൗരി ചൗര ഇൻസിഡൻസ് വന്ന സമയത്ത് എല്ലാവരും എതിർത്തപ്പോഴും ഗാന്ധി എന്ത് പറഞ്ഞു, നമുക്ക് എന്താണ് റൈറ്റ്ഫുൾ ആയ മീൻസ് ആണ്, നമുക്ക് ഡെസ്റ്റിനേഷൻ എന്തായിരുന്നു അവിടെ ഇൻഡിപെൻഡൻസ് ആണ്. പക്ഷെ അത് ഇച്ചിരി ഡിലേ ആയാലും കുഴപ്പമില്ല, പ്രോസസ്സ് എന്തായിരിക്കണം, നന്നായിരിക്കണം. അതുകൊണ്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഈസ് ദ ഓൺലി ഇൻഡിപെൻഡൻസ് ഇറ്റ്സ് നോൺ ടു ദ വേൾഡ് ഫോർ ഇറ്റ്സ് പീസ്ഫുൾ മൂവ്മെന്റ് എന്നുള്ളതാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് നടന്ന സമയത്ത് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും ഗ്ലോറിഫൈഡ് അല്ല. കാരണം എന്താണ്, വയലന്റ് ബേസ്ഡ് ആയിരുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ മീൻസ് റൈറ്റ് ആയതുകൊണ്ടാണ്, ജേണി എൻറിച്ച്ഡ് ആയതുകൊണ്ടാണ്. സോ ഡെസ്റ്റിനേഷൻ ബിക്കം മോർ ബ്യൂട്ടിഫുൾ വെൻ യു ആർ ഫോക്കസിങ് ഓൺ ദ പ്രോസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിക്കൽ ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ പല മൈൽ സ്റ്റോൺസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലേ. സോ ഇവിടെ നമ്മൾ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കരിയർ, മാരേജ്, ജോബ് ഇതൊക്കെ ആയിട്ട് ഓടുന്ന സമയത്ത് ഓഫൺ വി ഫോർഗെറ്റ് ടു ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ മിസ്ഡായി പോകുക എന്നുള്ളതാണ്. സോ ആ രീതിയിലേക്ക് നമ്മൾ ഒരു സെൽഫ് സെൻട്രിക് അല്ലാതെ ആ ജേണി സെൻട്രിക് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഇൻക്ലൂസിവിറ്റി ഒന്നിച്ചോടി നമ്മൾ ഒരു വളരെ ഫേമസ് ആയിട്ട് മലയാളത്തിൽ പറയാറില്ല, ഡെമോക്രസി എന്ന് പറഞ്ഞ് ഗാന്ധി പറഞ്ഞതായിട്ട് എന്താണ്, ഗാന്ധി പറഞ്ഞത് എന്താണ്, ഒന്നിച്ച് കൂടെ ഓടാൻ ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഡെമോക്രസിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിച്ചുണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോസസ്സിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ തന്നെ എന്താണ്, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് 1947 ഇൻഡിപെൻഡൻസ് ആയിരുന്നു. പല സമയത്തും നിങ്ങൾ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേയും നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു അല്ലേ. ഈ വാർ നടക്കുന്ന സമയത്ത്, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഇൻഡിപെൻഡൻസിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, ആ സമയത്ത് നമ്മൾ അതിനകത്ത് ഇന്റർഫിയർ ചെയ്തില്ല, നമ്മളത് ഡിലേ ചെയ്തു. ബിക്കോസ് അവർ പോയിന്റ് അഗെയിൻ ആസ് ഐ ടോൾഡ്, നോട്ട് ദി ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് ദ പ്രോസസ്. ആ പ്രോസസ്സ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഇത്രയും വെയിറ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1940 ആയപ്പോഴൊക്കെ ചിലപ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടാമായിരുന്നു എന്നുള്ള പല വ്യൂ പോയിന്റും ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും എന്തായിരുന്നില്ല, അതൊരു ജസ്റ്റിഫയബിൾ മീൻസ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് നമുക്ക് ടെക്നിക്ക് വരുന്നതാണ്. ഇപ്പം നമ്മൾ എക്കണോമിക്കൽ ഗ്രോത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ GDP ഗ്രോത്ത് ഉണ്ട് അല്ലേ. GDP ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ്. ദ ലാർജസ്റ്റ് എക്കണോമി ആവുക എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ്. ഇത് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പ്രോബ്ലം സംഭവിക്കും, ഇത് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്തിട്ട് വി വിൽ മിസ് ഔട്ട് ദ പെർസ്പെക്റ്റീവ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അവിടെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് മിസ്സായി പോകും. അപ്പോൾ അതിലും നല്ലത് എന്താണ്, നമുക്ക് ആ ഒരു അതുപോലെ തന്നെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വി സ്റ്റാർട്ട് എക്സ്പ്ലോയിറ്റിംഗ് റിസോഴ്സസ് അല്ലേ. റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അത് എൻവയോൺമെന്റിന് എന്ത് ചെയ്യും, വീണ്ടും നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. അത് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ സംഭവിക്കുന്നുള്ളതാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഇപ്പോൾ പ്രോസസ്സിലൂടെ നമ്മൾ ഒരുപാട് ലേൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സയന്റിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രയാൻ സെക്കൻഡ് ഫെയിലായ സമയത്ത് നമ്മൾ ഡെസ്റ്റിനേഷൻ മാത്രമായിരുന്നു നോക്കിയെങ്കിൽ എന്ത് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു ലേണിംഗ് ഇല്ലാതായി പോലെ. നമ്മൾ ആക്ച്വലി ചന്ദ്രയാൻ തേർഡ് സക്സസ് ആവാനുള്ള റീസൺ എന്താണ്, ചന്ദ്രയാൻ സെക്കൻഡിലുള്ള ആ പ്രോസസ്സിൽ വന്നിട്ടുള്ള ഫെയിലിയേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രമാണ് അതിനകത്തുള്ള ഫെയിലിയേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അല്ലേ. ഇതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻറ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കൗണ്ടർ ആർഗ്യുമെൻറ്റ് നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്, ഡെസ്റ്റിനേഷൻ അല്ല ഇമ്പോർട്ടൻറ്റ്, എന്താണ് ഇമ്പോർട്ടൻറ്റ്, പ്രോസസ്സാണ് അല്ലേ, ജേണിയാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജേണി മാത്രമാണോ ഇമ്പോർട്ടൻറ്റ്, അത് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല, അതൊരു ബയാസ്ഡ് അല്ലേ. ഡെസ്റ്റിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഡെസ്റ്റിനേഷൻ ഇല്ലാതെ, ഒരു ഗോൾ ഇല്ലാതെ നമ്മൾ എങ്ങോട്ട് പോകും, നമ്മൾ ജേണിയാണ്, നമ്മൾ ട്രാവൽ ചെയ്യുന്നു, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവില്ല. എല്ലാവർക്കും ആ ട്രാവൽ ചെയ്യുന്ന പാർട്ട് നമ്മൾ എൻജോയ് ചെയ്യണം. പക്ഷേ ഡെസ്റ്റിനേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഡയറക്ഷൻ ഉണ്ടാവുക. സോ ഡെസ്റ്റിനേഷൻ റെലവെൻ്റ് ആണ് എന്ന് നമുക്ക് ആർഗ്യൂ ചെയ്യാം. സെക്കൻഡ് പാർട്ട് ഓഫ് ദി എസ്സേ എത്തുമ്പോഴേക്കും, അതിൻ്റെ എസ്സേൻ്റെ ടുവേർഡ്സ് എൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ആർഗ്യൂ ചെയ്യാം. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഡെസ്റ്റിനേഷൻ ഗിവ് ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ വിൽ ആക്ട് ആസ് എ കോമ്പസ്, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ വിൽ ആക്ട് ആസ് എ നോർത്ത് സ്റ്റാർ അല്ലേ. നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഡയറക്ഷൻ തരുന്നു. ആ ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1947 എത്തിയത്. അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതായിരുന്നു ഡെസ്റ്റിനേഷൻ. അതെന്ന് എത്തും നമുക്കറിയില്ല, പക്ഷേ ദാറ്റ് വാസ് എ ഡെസ്റ്റിനേഷൻ. ആ ഡെസ്റ്റിനേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മൂവ്മെന്റ് നമുക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ അത് ഡിസ്പേഴ്സ്ഡ് ആയി പോയത്.
അപ്പം നമുക്ക് ഒന്നിച്ച് നിർത്താൻ പറ്റിയത്. അപ്പോൾ ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ യുണൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഡെസ്റ്റിനേഷൻ നമ്മുടെ എയിം ക്ലിയർ ആക്കുന്നുണ്ട്. ഡെസ്റ്റിനേഷൻ നമ്മുടെ ഗോളാണ്. ആ ഗോൾ എന്താണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എലൺ മസ്കിൻ്റെ ഒരു വിഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്തായത് സ്പേസ് എക്സ് എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ആ വിഷൻ ഇല്ലായിരുന്നെങ്കിൽ സ്പേസ് എക്സ് എന്ന് ഉണ്ടാവില്ലായിരുന്നു. സോ ഡെസ്റ്റിനേഷൻ ഗോൾസ് ആർ ഓൾസോ ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു മോട്ടിവേഷൻ ഉണ്ടാവും ഡേ ടു ഡേ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമ്മൾ സ്പോർട്സിൻ്റെ കാര്യത്തിലൊക്കെ ആലോചിച്ച് നോക്കി, അത്ലറ്റ്സിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കിക്കേ, അവർക്കൊരു മോട്ടിവേഷൻ ഉള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ആൻഡ് ഗോൾ ഉള്ളതുകൊണ്ടല്ല അവരുടെ എല്ലാ ദിവസത്തെയും ജേണി അടിപൊളിയാവുന്നത്. സോ ഡെസ്റ്റിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ജേണി വിത്തൗട്ട് ഡെസ്റ്റിനേഷൻ എന്താണ്, എൻലെസ് വാണ്ടറിങ്, എന്തായാലും നമ്മുടെ എനർജി വേസ്റ്റ്ഫുൾ ആവും. ഒരു എക്കണോമിയെ സംബന്ധിച്ചോളം, എക്കണോമി നമ്മൾ എപ്പോഴും ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്യാറില്ല. എന്തിനാണ് നമ്മൾ ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? എല്ലാ വർഷവും ബഡ്ജറ്റിൽ നമ്മൾ പറയും ഈ വർഷം നമ്മൾ 7% ഗ്രോ ചെയ്യും, 8% ഗ്രോ ചെയ്യും. സോ ദാറ്റ് കെൻ ഗിവ് ഡയറക്ഷൻ. നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരു ഡയറക്ഷനാണ്. അത് എത്തിക്കലാവണമെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഡെസ്റ്റിനേഷൻ എന്തായിരിക്കണം, ഗോള് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്, വെറുതെ റൗണ്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പം ആ രീതിയിലുള്ള സാഹചര്യത്തിൽ നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും, ഈവൻ ഹിന്ദു ഫിലോസഫിക്കലി നിങ്ങൾ നോക്കിക്കേ, ഹിന്ദു ഫിലോസഫിയിൽ ഓരോ ലൈഫ് സ്റ്റേജസ് ഉണ്ട്. ബ്രഹ്മചര്യ, ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, സന്യാസം, ഇങ്ങനെ ഓരോ ജേണി എന്താ പറയുന്നത്, ദീസ് ആർ ഡെസ്റ്റിനേഷൻ അല്ലേ, ഓരോ മൈൽ സ്റ്റോൺസ് അല്ലേ. ആ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ അല്ലേ. അപ്പം അത് ലൈഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മീനിങ് ഫുൾ ആക്കുന്നുണ്ട്, ലൈഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആക്കുന്നുണ്ട് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ പേഴ്സണൽ മൈൽ സ്റ്റോൺ ആയിരുന്ന ജോബ് ചെയ്യുക, എക്സാം എടുക്കുക, ഇതൊക്കെ നമുക്കൊരു ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണാം. ഇനി കൺക്ലൂഷൻ ആസ്പെക്ട്സിലേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒരു ഡെസ്റ്റിനേഷന് മാത്രം മതിയെന്നോ അല്ലെങ്കിൽ ജേണിയാണ് ഇമ്പോർട്ടൻ്റ് ആവേണ്ടതെന്ന് മാത്രം രീതിയിൽ കൺക്ലൂഡ് ചെയ്യുന്നതിനെക്കാട്ടും, വെൻ വി ആർ ഓൾറെഡി ഡിസ്കസ് ദാറ്റ് ബോത്ത് ഓഫ് ദം ആർ ഇമ്പോർട്ടൻറ്റ്, വി ക്യാൻ ക്ലബ് ദ കൺക്ലൂഷൻ ആൻഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് ബോത്ത് ഡെസ്റ്റിനേഷൻ ആസ് വെൽ ആസ് ദ ജേണി ഈസ് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഗോള് ഉണ്ടാവുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോളിലേക്ക് എത്താനുള്ള പ്ലാനും. എ പ്ലാൻ വിത്തൗട്ട് ഗോൾ ഈസ് യൂസ്ലെസ്. അതേപോലെ തന്നെയാണ് എ പ്ലാൻ വിത്ത് അല്ലെങ്കിൽ എ ഗോൾ വിത്തൗട്ട് പ്ലാനും എന്താണ്, രണ്ടും ഒരേപോലെ യൂസ്ലെസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അൾട്ടിമേറ്റ്ലി ഹ്യൂമൻ ലൈഫിൻ്റെ എൻഡ് എന്ന് പറയുന്നത്, ഇൻ ദ എൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് വെയർ വി റീച്ച് ബട്ട് അബൌട്ട് ഹൂ വി ബിക്കം എലോങ് ദ വേ. നമ്മളെവിടെ എത്തും എന്നുള്ളതിലല്ല, നമ്മൾ അറ്റ് ദ എൻഡ് ആരായിരുന്നു, ആരായി തീരും എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എസ്സേയാണ്. സോ ഇതെന്താണ്, നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇനി ലാസ്റ്റ് എസ്സേയിലേക്ക് വരാം. ലാസ്റ്റ് എസ്സേ വളരെ നല്ലൊരു ടോപ്പിക്കാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഇതേപോലത്തെ ടോപ്പിക്കുകൾ ഇതിന് മുന്നേ UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ചോദ്യം വന്നിട്ടുള്ളത്, കണ്ടന്റ്മെന്റ് ഈസ് നാച്ചുറൽ വെൽത്ത്, ലക്ഷറി ഈസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി എന്നുള്ളതാണ്. അതായത് കണ്ടന്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു നാച്ചുറൽ വെൽത്ത് ആണ്, ലക്ഷറി ഈസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി എന്നുള്ളതാണ് ടോപ്പിക് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് കണ്ടന്റ്മെന്റ് നാച്ചുറൽ വെൽത്ത് ആണെന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ലക്ഷറി ആർട്ടിഫിഷ്യൽ ഇതാന്ന് പറയുന്നത്, ഈ കോട്ട് സോക്രട്ടീസിന്റെ കോട്ടാണ്. സോ ഇവിടെ നമ്മളോട് പറയുന്നത്, ദ റിച്ച്നെസ് ഓഫ് പൊസഷൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ കണ്ടന്റ്മെന്റ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് യഥാർത്ഥത്തെ വെൽത്ത്. അല്ലാതെ നമ്മളെ ചുറ്റുമുള്ള മെറ്റീരിയലിസം വെർസസ് ബേസിക്കലി നോൺ മെറ്റീരിയലിസം, അല്ലെങ്കിൽ ആ ഒരു ഡിബേറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഇന്നത്തെ പ്രസന്റ് സൊസൈറ്റിയിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ. വളരെ മെറ്റീരിയലിസ്റ്റ് സൊസൈറ്റിയാണ് ഒരു ഭാഗത്ത് കുറേ പേര് സ്ലോ ലിവിങ് ആൻഡ് മിനിമലിസം ലിവിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. സോ ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഇത്തരത്തിലൊരു ടോപ്പിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ലക്ഷറി എന്ന് പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ, കണ്ടെയ്ൻമെന്റ് ബ്രിങ് ഇന്നർ പീസ്, സ്റ്റെബിലിറ്റി, ബിക്കോസ് ഇറ്റ്സ് ഫ്രീ ഫ്രം എൻലെസ് ക്രേവിങ്സ് അല്ലേ. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ബുദ്ധ എന്താ പറയുന്നത്, ദ പെയിൻ ഓർ പീപ്പിൾ ആർ സഫറിങ് ബിക്കോസ് ഓഫ് ഡിസയേഴ്സ് എന്നുള്ളതാണ്. മെറ്റീരിയലിസം ആണ്, ആളുകളുടെ വാൺസ് ആണ്, എൻലെസ് വാൺസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ സഫർ ചെയ്യുന്നതെന്നാണ് ബുദ്ധ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വാൺസുകളാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ആ വാൺസുകൾ നമ്മൾ മെറ്റീരിയൽ പൊസഷൻസ് ഉണ്ടെങ്കിലും വി വോണ്ട് ബി സാറ്റിസ്ഫൈഡ് ബിക്കോസ് ദീസ് ആർ ജസ്റ്റ് ആർട്ടിഫിഷ്യൽ പോവർട്ടി, ബിക്കോസ് ഇതെന്താണ്, ഇന്നർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പം എന്താണ് ആർട്ടിഫിഷ്യൽ പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കുമ്പോൾ നമ്മളെ ചുറ്റും എല്ലാം ഉണ്ട്, നമുക്ക് നല്ല കാറുണ്ട്, നല്ല വീടുണ്ട്, നല്ല മെറ്റീരിയൽ പൊസിഷൻ ഉണ്ട്, പക്ഷേ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, വി ആർ നോട്ട് ഹാപ്പി. സോ ദാറ്റ് ഈസ് എ പോവർട്ടി. സോ ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പോവർട്ടി ആയിട്ടാണ് ടോപ്പിക് പറയുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുമ്പം, ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വൺ ഓഫ് ദി ഫേമസ് ബുക്ക് ഉണ്ട്, റോബിൻ ശർമ്മയുടെ ദ മോങ്ക് ഹൂ സോൾഡ് ഫെരാരി എന്ന് പറയുന്ന ബുക്കാണ്. ആ ബുക്കിൽ നിങ്ങൾക്ക് അറിയാം, ആ ബുക്കിൽ ദ ലക്ഷറി ഓഫ് അഡ്വക്കേറ്റ് എന്ത് ചെയ്യുന്നത്, ഹി ഈസ് എ വെരി സക്സസ്ഫുൾ പേഴ്സൺ ഇൻ USA ആൻഡ് ഹി ഈസ് ഓൺസ് എ ഫെരാരി. പക്ഷേ എല്ലാ മാൻഷൻ ഹൗസും ഫെരാരിയും ഒക്കെ ഉണ്ടായിട്ടും ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ഓൺ ലൈഫ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഹി സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ടു ഇന്ത്യ, വെയർ ഹി ഫോളോഡ് എ മോങ്ക് ഇൻ ഹിമാലയാസ്. There he found that happiness is not something on what he sees on Ferrari, what he sees on mansion house. It is there inside.
So happiness and wealth comes from inside. So what he did, he went back to USA, he sold his Ferrari, and he came back and followed the monk and followed the route of sannyasa. സോ ഇവിടെ എന്താണ് കാണിക്കുന്നത്? ദ കണ്ടെയ്ൻമെന്റ്, ഇന്നർ പീസ് കംസ് എന്നാണ്. അതാണ് കണ്ടെയ്ൻമെന്റ്, അതാണ് യഥാർത്ഥത്തിൽ വെൽത്ത്. അതല്ലാതെ നമ്മളിലുള്ള മെറ്റീരിയൽ പൊസിഷൻ അല്ല എന്നുള്ളതാണ് ഫസ്റ്റ് ആർഗ്യുമെന്റ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടെയ്ൻമെന്റിന്റെ കാര്യത്തിലേക്ക് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കണ്ടെയ്ൻമെന്റ് ഈസ് ദ റിയൽ വെൽത്ത് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇന്നർ ട്രഷർ ബിയോണ്ട് പൊസിഷൻ ആണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിലുള്ള ഇന്നർ വെൽത്ത് എന്ന് പറയുന്നത് വിച്ച് നോബഡി ക്യാൻ ടേക്ക് അവേ ഫ്രം യു, റൈറ്റ്? ലൈക്ക് നമുക്ക് ബാക്കിയുള്ള സാധനം, ഇപ്പോൾ കാർ അടിച്ചു മാറ്റി പോവാം, സ്വർണ്ണം അടിച്ചു മാറ്റി പോവാം, പക്ഷെ നിങ്ങളുടെ പീസ്, if you are not allowing somebody to cross your mind, then you cannot take somebody else's peace, അല്ലേ? ഇപ്പൊ ബുദ്ധ പറയാമല്ലോ, ബുദ്ധനെ കുറെ അബ്യൂസ് ചെയ്ത സമയത്ത് ബുദ്ധ പറഞ്ഞ എന്താണ്, ഇത് ഞാൻ സ്വീകരിക്കാത്തതുകൊണ്ട് ഇത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ കാംനെസ് എടുത്ത് കളയാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റാളുകൾക്ക് നമ്മുടെ ബാക്കിയുള്ള മെറ്റീരിയൽ പൊസിഷൻസ് അടിച്ചു മാറ്റാം, അല്ലെ മോഷ്ടിക്കാം, പക്ഷെ ഇതൊരിക്കലും നമ്മളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തു കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദലൈലാമയുടെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പറയാം. വളരെ സിമ്പിൾ ലൈഫാണ് ദലൈലാമ ഫോളോ ചെയ്യുന്നത്, പക്ഷെ ഈസ് എ വെൽത്തിയസ്റ്റ് പേഴ്സൺ എന്ന് നമുക്ക് പറയാം. വെൽത്തിയസ്റ്റ് വിത്ത് എൻറിച്ച് മനസ്സുകൊണ്ട്, അല്ലെ, മൈൻഡ് കൊണ്ട് എന്താണ് വെൽത്തിയസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫിലോസഫിക്കൽ ആസ്പെക്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏൻഷ്യൻ ഫിലോസഫി തൊട്ട് ബുദ്ധിസം ഗീതയിലൊക്കെ എന്താണ് പറയുന്നത്, ഹാപ്പിനെസ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്, എക്സ്റ്റേണൽ ഹാപ്പിനെസ്സിനല്ല, നമ്മൾ ഇന്റേണൽ ഹാപ്പിനെസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇവൻ ഗാന്ധി എന്താ പറഞ്ഞത്? ഗാന്ധി പറഞ്ഞത് സ്വരാജ് ഷുഡ് കം ഫ്രം വിത്തിൻ, നോട്ട് ഫ്രം എക്സ്റ്റേണൽ. ബ്രിട്ടീഷുകാരെ നിന്ന് സ്വരാജ് കിട്ടുന്നതിനെക്കാട്ടും മുന്നേ നമ്മളിൽ നിന്ന്, അതില്ലെങ്കിൽ നമ്മുടെ തോട്ടിൽ നിന്ന് നമുക്ക് സ്വരാജ് കിട്ടണം. കാസ്റ്റിസം നമ്മളിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി നമ്മൾ നിർത്തണം, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ നിർത്തണം. അപ്പോൾ സ്വരാജ് ഷുഡ് കം ഫ്രം വിത്തിൻ എന്നുള്ളതാണ് ഗാന്ധി പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ എന്താണ്, എത്തിക്കലായിട്ട് പെർസ്പെക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ, ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കണ്ടന്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീഡ് ഉണ്ടാവില്ല, എൻവി ഉണ്ടാവില്ല, നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ലൈക്ക് നമുക്ക് പറയാറില്ല, ഇപ്പം ഗോൾഡൻ പൊന്മുട്ടയിട്ട താറാവ്, ഇപ്പം നമ്മൾ കണ്ടന്റഡ് ആയിരുന്നെങ്കിൽ നമ്മളെ കയ്യിലുള്ള പൊന്മുട്ടയിടുന്ന താറാവ് നമ്മൾ കൊല്ലില്ല, നമ്മൾ ഗ്രീഡ് ഉണ്ടാവില്ല. അതുപോലെ മഹാഭാരതം യുദ്ധം ഉണ്ടാവാനുള്ള മേജർ റീസൺ എൻവിയാണ്, അസൂയയാണ്, അല്ലേ? ഈ അസൂയ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പീസ്ഫുള്ളായി അങ്ങനെ ഒരു വാർ തന്നെ നടക്കില്ലായിരുന്നു, അല്ലേ? അതേപോലെ തന്നെ രണ്ടാമത്തെ ആസ്പെക്ട് ആണ്, ഇങ്ങനെയാണ് കണ്ടെയ്ൻമെന്റ് ആണ് വെൽത്തി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മെറ്റീരിയലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വെൽത്ത് ആണ്, മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ വെൽത്ത് ആണ്, ആർട്ടിഫിഷ്യൽ പോവർട്ടി ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് കൂടി നമുക്ക് അടുത്ത പാർട്ട് ഓഫ് എസ്സേയിലേക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ബുദ്ധിസം ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പ്രോബ്ലംസ് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, തൻഹയാണ്. അതായത് സഫറിങ് വരാൻ കാരണം ഡിസയേഴ്സ് ആണ്. ഡിസയേഴ്സിൽ എന്താണ്, മെറ്റീരിയൽ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഈവൻ എന്താണ് ഒരു മെറ്റീരിയൽ ലൈഫിൻ്റെ പ്രോബ്ലം, ഇതെപ്പോഴും നമുക്ക് ഓരോന്ന് വേണ്ടു, നീഡ്സ് കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇന്ന് ഐഫോൺ മേടിച്ച് കഴിഞ്ഞാൽ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പുതിയ ഐഫോൺ മേടിക്കേണ്ടി വരും. സോ ദിസ് ഈസ് ബിക്കം എൻഡ്ലെസ് വാണ്ട്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, പോവും ജീവിതം എന്നുള്ളതാണ്. സോ നമുക്ക് അവിടെ ഒരു നിർവ്വാണ കിട്ടാത്ത സിറ്റുവേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പോവുക എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നു. സോ ഇതെന്ത് ചെയ്യുന്നു, ടോട്ടലി നമ്മുടെ ലൈഫിൻ്റെ സസ്റ്റൈനബിൾ ലിവിങ്ങിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ ബാധിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ഇനിയും കുറേ ഡയമെൻഷൻസ് ഒക്കെ, ഇപ്പോൾ എൻവയോൺമെൻറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സസ്റ്റൈനബിൾ ലിവിങ് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഇന്റേണൽ കണ്ടെയ്ൻമെന്റ് വരണം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള റീസൈക്കിൾഡ് ലിവിങ്, നമ്മൾ സ്ലോ ലിവിങ്, അല്ലെങ്കിൽ ജാപ്പനീസ് ഫിലോസഫി ഇക്കിഗായി, അല്ലെങ്കിൽ ജാപ്പനീസ് ഫിലോസഫി ഓഫ് ഹാവിങ് എ പർപ്പസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അതായത് മെറ്റീരിയലിസം കൊണ്ട് എന്താണ്, അവിടെ മെറ്റീരിയലിസം കൊണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ പോവർട്ടിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ആസ്പെക്റ്റിലാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബുദ്ധ എന്ത് ചെയ്തു, ബുദ്ധ പറയുന്നത് ഡിസയേഴ്സ് എന്ന് പറയുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിസയർ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഈ തൻഹയിൽ നിന്ന് എന്ന് എസ്കേപ്പ് ആവുന്നു, അപ്പോഴാണ് ആളുകൾ ഹാപ്പി ആവുള്ളൂ. അപ്പോൾ മെറ്റീരിയൽസ് ലൈഫ് കൊണ്ട് നമുക്ക് എന്താവില്ല, ഹാപ്പി ആവില്ല. സോ ഔട്ടർ വെൽത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാപ്പിനെസ് ഉണ്ടാകാൻ പറ്റില്ല. ഔട്ടർ വെൽത്തിൻ്റെ പ്രോബ്ലം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, പക്ഷേ സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും, ടെമ്പററി ആയിരിക്കും. ഇപ്പം ഫസ്റ്റ് ശമ്പളം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, പിന്നെ എല്ലാ മാസവും നമുക്ക് എന്താ ശമ്പളം കിട്ടിയാലും നമുക്ക് വലിയ സന്തോഷമൊന്നും തോന്നില്ല, നമുക്കത് ട്രാപ്പായിട്ടായിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്യുക. സോ സന്തോഷം എന്താണ്, മെറ്റീരിയൽ പൊസിഷൻ കൊണ്ട് നമ്മൾ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ ആ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കും, ഷോർട്ട് ടൈം ആയിരിക്കും, നമുക്ക് ഇന്റേണൽ ആയിട്ട് വരണം. അതുപോലെ തന്നെ ഇന്നത്തെ പ്രസന്റ് സൊസൈറ്റിയിൽ നമ്മൾ മെറ്റീരിയൽ പൊസിഷൻ കൊണ്ട് നമ്മൾ കാണുന്നതാണ് കൂടുതൽ ആളുകളിലേക്ക് എന്ത് വരുന്നു, ഡിപ്രഷൻ വരുന്നു എന്നുള്ള കാരണം എന്താണ്, നമുക്ക് ഒരിക്കലും എന്താണ് മിഡിൽ ക്ലാസിന്റെ ലൈഫ് സ്റ്റൈൽ ഒക്കെ നോക്കുകയാണെങ്കിൽ ആളുകൾ കൂടുതൽ ഡിപ്രസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവർ കണ്ടെയ്ൻമെന്റ് കിട്ടുന്നില്ല, അവർ കണ്ടന്റഡ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ ലൈഫിൽ വരുന്നില്ലാത്ത പ്രോബ്ലംസിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഡിസയേഴ്സ് എന്ത് ചെയ്യുന്നു, റൂട്ട് കോസ് ഓഫ് ഇതാവുന്നു. എത്തിക്കൽ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലക്ഷറി എന്ന് പറയുന്ന സാധനം ബേസിക്കലി റിലേറ്റീവ് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എത്ര റിച്ച് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫൈനലി റിച്ച് ആണെന്ന് തോന്നുമോ? നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും, വേറൊരാളെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യും.
അപ്പം ഇത് ഭയങ്കര റിലേറ്റീവ് കോൺസെപ്റ്റ് അല്ലേ. നിങ്ങൾ ഇന്ന് ഭയങ്കര റിച്ചായി, നാളെ വേറെ നിങ്ങളിൽ ഇപ്പം വലിയൊരു കാറുണ്ട്, ഓടിയുണ്ട്, നാളെ ഒരു അടുത്ത പോർഷെ ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അസൂയ തോന്നും. അപ്പോൾ ഇത് പ്രോബ്ലം എന്താണ്, ഇതൊരു എൻലെസ് ആയിട്ടുള്ളൊരു ഇതാണ്, ഇത് തീരില്ല. ഒരു എപ്പോഴും നമ്മളൊരു റേസ് ആണ്, ഇറ്റ്സ് ബിക്കം എ റാറ്റ് റേസ് പോലെ ആവും. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് കൾച്ചറൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ ദിവസവും നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ നമ്പർ ഓഫ് ഫോളോവേഴ്സ് എത്രയായി, അല്ലെങ്കിൽ നമുക്കുള്ള റീച്ച് എത്രയായി, ഇതിൻ്റെ ബേസ് ചെയ്ത് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പം അന്ന കരീനൻ്റെ ബുക്കിൻ്റെ കാര്യം എക്സാമ്പിളൊക്കെ പറയാം. അന്ന കരീന അരിസ്റ്റോക്രാറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ബട്ട് ഷി വാസ് ലോൺലി ആൻഡ് നോട്ട് ഹാപ്പി എന്ന രീതിയിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഒക്കെ നോക്കിക്കേ, സ്ട്രെസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വളരെ സ്ട്രെസ് ഒക്കെ ആണെങ്കിൽ ഔട്ടർ വേൾഡിൽ വർക്ക് സ്ട്രെസ് കാരണമൊക്കെ നമ്മളെ ഹെൽത്തൊക്കെ നശിക്കുന്നു. ഇനി കൗണ്ടർ ആർഗ്യുമെന്റ് നോക്കുകയാണെങ്കിൽ വെൻ കണ്ടെയ്ൻമെന്റ് ഈസ് ഇൻ ഇനഫ് ദ ലിമിറ്റ് ഓഫ് സിംപ്ലിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടെയ്ൻമെന്റ് മാത്രം മതിയോ, അതായത് ഈ ലിമിറ്റ് ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രിവിലേജ് അല്ലേ. ഇപ്പം നമ്മൾക്കിപ്പം ഒരു പുവർ ആയുള്ള ഒരാളെ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ വേറൊരു ബുക്കിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. സോ വൈറ്റ് ടൈഗർ ഈസ് എ ബുക്ക് റിട്ടൺ ബൈ അരവിന്ദ് അഡിഗ. സോ അരവിന്ദ് അഡിഗ ഇന്ത്യക്കാരനാണ്. സോ അരവിന്ദ് അഡിഗൻ്റെ ഈ ബുക്കിൽ അദ്ദേഹം പറയുന്നത് ദർ ഇസ് എ പുവർ പേഴ്സൺ ഈസ് ഫ്രം എ സ്മോൾ കാസ്റ്റ് വില്ലേജ്. സോ ആ വില്ലേജിലുള്ള ആളുകളിൽ അയാൾ വളരെ പൂറായുള്ള, അയാൾക്ക് ആ ബുക്കിൽ നെയിം പോലും ഇല്ല, കാരണം അയാൾ ഒരു ലോവർ കാസ്റ്റ് ആയ ഒരു വ്യക്തിയാണ്. അപ്പം ആ വ്യക്തിക്ക് ആ ബുക്കിൽ ഒരു നെയിം പോലും ഇല്ല, സ്വന്തമായിട്ടൊരു പൊസിഷനും ഇല്ല. പക്ഷെ ഫോർ ഹിം കണ്ടെയ്ൻമെന്റ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ബീയിങ് ലക്ഷറി ആവുക, ബീയിങ് റിച്ച് ആവുക എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും എന്താ പറയുക, നമ്മൾ കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത് ഈസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് വെൽത്ത്, മെറ്റീരിയൽ പൊസിഷൻസ് വേണ്ട എന്ന് പറയുന്നത്, മണി വേണ്ട എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മണി കൊണ്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ വെൽത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ നീഡ്സ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബെറ്റർ എഡ്യൂക്കേഷൻ, ബെറ്റർ ഹെൽത്ത് കെയർ, ബെറ്റർ ആക്സസിബിലിറ്റി, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലേ. പൂറിനെ സംബന്ധിച്ചോളം ഒരു നേരത്തെ ഫുഡ് മേടിക്കാൻ ചില സമയത്ത് മെറ്റീരിയൽ പൊസിഷൻ വേണ്ടി വരും. സോ അവരെ സംബന്ധിച്ചോളം മെറ്റീരിയൽ പൊസിഷൻ കൂടി എന്താണ്, ഒരു വെൽത്ത് ആയിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അതല്ലാതെ എപ്പോഴും അതൊരു ആർട്ടിഫിഷ്യൽ പോവർട്ടി ആയിട്ട് കാണാൻ നമുക്ക് പറ്റില്ല എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർഗ്യൂ ചെയ്യാൻ പറ്റും. സോ കണ്ടെയ്ൻമെന്റ് ഇപ്പോൾ മോഡേൺ എക്കണോമിക് റിയാലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടുഡേസ് വേൾഡ് എന്താണ്, ഫാസ്റ്റ് പ്ലേസ്ഡ് കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. ഇവിടെ നമ്മൾ മിനിമം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നമ്മൾ കുറച്ച് പോകും എന്നുള്ളൊരു പ്രോബ്ലമാണ്. നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ റിലേറ്റീവ്നെസ് ഓഫ് കണ്ടെയ്ൻമെന്റ് നമ്മൾ നോക്കണം. സോ ഇനഫ് എന്താണ് എന്നുള്ളത്, വാട്ട് ഈസ് ഇനഫ് ഫോർ പർട്ടിക്കുലർ സൊസൈറ്റി മെ നോട്ട് ബി ഇനഫ് ഫോർ അതർ സൊസൈറ്റി. സോ ഇനഫ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് ഇൻ നേച്ചറാണ്, അത് സൊസൈറ്റി ടു സൊസൈറ്റി നമുക്ക് ചേഞ്ച് ചെയ്യുന്നുള്ളത് പറയാം. അതുപോലെ തന്നെ അവോയ്ഡൻസ് വേഴ്സസ് ട്രൂ കണ്ടെയ്ൻമെന്റ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ എക്സസീവ് ഫോക്കസ് ഓൺ കണ്ടെയ്ൻമെന്റ് ക്യാൻ ലീഡ് ടു കംപ്ലൈൻസി ടു അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ ചില സമയത്ത് നമ്മൾ ഇത് മിനിമലിസം മതി എന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളെ റെസ്പോൺസിബിലിറ്റി പോലും നമ്മൾ ചെയ്യാത്ത രീതിയിലേക്കൊക്കെ ആളുകൾ മാറുന്നു എന്നുള്ള രീതിയിലേക്ക് പറയാം. പക്ഷെ അതേ ആസ്പെക്ട്സ് തന്നെ നമുക്ക് പറയാം. കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ്ലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളിന് കണ്ടെയ്ൻമെന്റ് ആണ്. ഇപ്പം കണ്ടെയ്ൻമെന്റ് കിട്ടുന്ന കാര്യം സോളിനാണ് അല്ലേ. പക്ഷേ ഹെൽത്ത്, മെറ്റീരിയൽ ബീയിങ് ഉണ്ടാവുന്നതാണ് നമ്മുടെ ഒരു ഔട്ടർ സ്പേസിന് എന്ത് ചെയ്യുന്നു, വെൽത്ത് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഇതിനകത്ത് നമ്മൾ ലക്ഷറി ആസ് ഇന്നോവേഷൻ ഓഫ് മോട്ടിവേഷൻ നോക്കുകയാണെങ്കിൽ ലക്ഷറി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഡ്രൈവർ ഓഫ് പ്രോഗ്രസ് നമുക്ക് പറഞ്ഞൂടെ. നമുക്ക് മെറ്റീരിയൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ആളുകൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കണം അല്ലെങ്കിൽ മെറ്റീരിയലൈസ് പൊസിഷനിലേക്ക് എത്തണം, അച്ചീവ്മെന്റ് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന മോട്ടിവേഷൻ ലീഡ് ഫോർ പ്രോഗ്രസീവ് സൊസൈറ്റി. ഇപ്പം ടെസ്ലേൻ്റെ കാറ് വരുന്നു, ഒരു മെറ്റീരിയൽ പൊസിഷനാണ്. പക്ഷെ അതിലേക്കുള്ള ഒരു ജേണിയിലാണ് എന്ത് ചെയ്യുന്നത്, ആ രാജ്യം വലുതാവുന്നു, അതുകൊണ്ട് എൻവയോൺമെന്റിൽ ബെറ്റർ ആയിട്ടല്ലേ ഗ്രീൻ എനർജി പ്രൊമോട്ട് ചെയ്യുന്നു. സോ മെറ്റീരിയൽ പ്രൊവിഷൻസും ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ബെറ്റർ ആയിട്ട് സൊസൈറ്റിയിലേക്ക് വരാനുണ്ട്. അതുപോലെ തന്നെ ലക്ഷറി എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് വർത്ത്, മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യാം. ലക്ഷറി ഈസ് ഓഫൺ അസോസിയേറ്റ് വിത്ത് സോഷ്യൽ സ്റ്റാറ്റസ് കൂടിയാണ്. ഇപ്പോൾ പൂറിനെ സംബന്ധിച്ചോളം ചില സമയത്ത് ആദ്യം വെൽത്ത് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ലാൻഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെൽത്ത് ആണ്. അപ്പോൾ ഒരു ലോവർ കാസ്റ്റിൽ ഒരാളെ സംബന്ധിച്ചോളം ഒരു ലാൻഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടിയും അയാൾക്ക് മൊബിലിറ്റി കിട്ടുകയും ചെയ്യും. അപ്പം ആ വ്യക്തിയെ സംബന്ധിച്ചോളം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇതിൻ്റെ കൺക്ലൂഷൻ ആസ്പെക്റ്റിലേക്ക് പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പം എല്ലാ സമയത്തും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഫേസ്ഡ് ഔട്ട് ആയിട്ട് തന്നെ പോകും. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊഡാക്കിൻ്റെ എക്സാമ്പിൾ യൂസ് ചെയ്യാം. ഇപ്പോൾ കൊഡാക്ക് എന്താണ് ചെയ്തിട്ടുള്ളത്, കൊഡാക്ക് ഈ വാസ് ദ വൺ ഓഫ് ദ ലീഡേഴ്സ് ഓഫ് ഫോട്ടോഗ്രാഫി അല്ലേ വേൾഡിൽ തന്നെയുള്ള. അപ്പോൾ കൊഡാക്ക് അവരുടെ ഫോട്ടോഗ്രാഫീൻ്റെ ടെക്നിക്കിൽ അവർ കണ്ടെയ്ൻമെന്റ് എടുത്ത് പുതിയ ഇന്നോവേഷൻസിലേക്ക് പോയില്ല. വേറെ സോണി കെയിം അപ്പ് വിത്ത്
ദ ഡിജിറ്റൽ ക്യാമറാസ്. ആ ഡിജിറ്റൽ ക്യാമറ വന്നപ്പോഴും ദേ സ്റ്റിക്ക് വിത്ത് ദ ഓൾഡ് ഫിലിം ബേസ്ഡ് ക്യാമറ, സെയിങ് ദാറ്റ് ദിസ് ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി പിക്ചേഴ്സ്. സോ ഈ ചേഞ്ച് വരുത്താതെ കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞ മിസ്ജഡ്ജഡ് ആയിട്ട് ചേഞ്ചിന് അഡാപ്റ്റ് ആവാതിരിക്കുക എന്നുള്ളതും മെറ്റീരിയൽ പൊസിഷന് വേണ്ടി പോവാതിരിക്കുന്നതും ചില സമയത്ത് മിസ്ഗൈഡഡ് ആയി പോവാം, ഫേസ്ഡ് ഔട്ട് ആയി പോവാം എന്നുള്ളൊരു പ്രോബ്ലം കൂടി ഉണ്ട്. അപ്പം ഫൈനലി കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഇൻഡീഡ് ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് നാച്ചുറൽ വെൽത്ത് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇന്നർ പീസ്, പ്രൊമോഷൻ, സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? സസ്റ്റൈനബിൾ വെൽബീയിങ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇതുകൊണ്ട് മാത്രം പറ്റില്ല. നമുക്ക് ചില സമയത്ത് എക്സസ് സോഷ്യൽ ലക്ഷറി ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു റിയൽ വേൾഡിലെ ഡിമാൻഡൻസ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. വി നീഡ് ടു ഫീഡ് അവർ സോൾ ആസ് വെൽ ആസ് അവർ ബോഡി. നമുക്ക് നമ്മുടെ സോളിനെയും ഫീഡ് ചെയ്യണം. അതായത് നമുക്ക് എന്താ മീനിങ് ഇല്ലാതെ വെൽത്ത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മീനിങ് ഫുൾ ആയിരിക്കണം, അതേപോലെ തന്നെ എന്തുമായിരിക്കണം നമ്മൾ. അപ്പം അത് മൈൻഡ്ലെസ് യൂസേജ് അല്ല, മൈൻഡ്ലെസ് കൺസ്യൂമേഴ്സും അല്ല, മൈൻഡ്ഫുൾ കൺസ്യൂമേഴ്സും ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? അറിഞ്ഞ സാധനങ്ങൾ മേടിക്കുക, മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക, ഓരോ ആക്ടിവിറ്റി മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. അപ്പം മെറ്റീരിയൽ പൊസഷനും വേണം, അതേപോലെ തന്നെ നമ്മുടെ സോളും എന്തായിരിക്കണം? എൻറിച്ച്ഡ് ആയിരിക്കണം എന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ കൺക്ലൂഷൻസ് എഴുതാൻ പറ്റും. സോ ഇത്രയും ആണ് നമ്മുടെ ഡിസ്കഷൻസ് വരുന്നത്. ആദ്യത്തെ 4 എസ്സേ പാർട്ട് എയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ആർ ഓൾറെഡി വാച്ച് ദാറ്റ് പർട്ടിക്കുലർ വീഡിയോ. ഇത് പാർട്ട് 2 ആണ്. അങ്ങനെ 8 എസ്സേകളാണ് UPSC ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ വർഷം UPSC മെയിൻസ് 2025 എഴുതിയ എല്ലാ ആസ്പിരൻസും അടിപൊളിയായിട്ട് തന്നെ എസ്സേ എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമ്മൾ വി ആർ വിഷിങ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ ഇനി ബാക്കിയുള്ള പേപ്പറും അടിപൊളിയായിട്ട് എഴുതുക. അപ്പം 2026 പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, എസ്സേയിലെ ടോപ്പിക്കുകൾ റിപ്പീറ്റേറ്റീവ് ആണ്. കുറേ ടോപ്പിക്കുകൾ ഒരേ തീമിൽ നിന്ന് വീണ്ടും വീണ്ടും ടോപ്പിക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഞങ്ങളിവിടെ എന്താ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐസപ്പിൽ എപ്പോഴും വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസും അതേപോലെ തന്നെയുള്ള ഗൈഡൻസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ എസ്സേക്കുള്ള പ്രിപ്പറേഷൻസ് ബെറ്റർ ആക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവോയ്ഡൻസ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് അത് മഡ് വാട്ടർ തന്നെ UPSC കലങ്ങി തെളിയും എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ഇവിടെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ UPSCന്റെ കാര്യത്തിൽ കലങ്ങി തെളിയുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആക്ഷൻസ് എടുക്കണം, നിങ്ങൾ ആൻസേഴ്സ് എഴുതണം, നിങ്ങൾ എസ്സേസ് എഴുതണം. സോ ബൈ ലുക്കിംഗ് അറ്റ് ദിസ് പേപ്പർ യു ക്യാൻ ഓൾസോ റൈറ്റ് one essay from at least one essay from this particular question paper. You will get an experience of how real mains examination is happening. So അത് വളരെ മസ്റ്റാണ്, അത് കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ റൈസപ്പിലും നമുക്ക് ഫസ്റ്റ് എസ്സേ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ എസ്സേ പ്രോഗ്രാം വി ആർ അനൗൺസിങ് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ join the second essay program. There also you will get a chance to write real UPSC പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. I hope you understood and enjoyed our series of essay explanation. Thank you so much for watching. Thank you.